സ്തുതിച്ചവസാനിപ്പിക്കുന്നവരാണോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുക. ശ്രദ്ധിക്കുക, യേശുവിനെ സ്തുതിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിതാവിന് കൊടുക്കുന്നത് ഒരു ബഹുമാനം പുത്രന് കൊടുക്കണം. പക്ഷേ അതുകൊണ്ടൊന്നും നാം സ്വർഗരാജ്യത്തിൽ കയറത്തില്ല. നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. അപ്പൊ ഈ രണ്ട് വചനം വായിച്ചിട്ട്, വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിച്ചിട്ട് നാം നമ്മെ തന്നെ പരിശോധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുറവ് നമുക്കുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ റീപൊസിഷൻ ചെയ്യണം. ദേവദാസൻ എന്നോട് പറഞ്ഞപ്പോൾ, ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവവേല ചെയ്യുന്നവരെ വിളിക്കാൻ. കാരണം പാസ്റ്റർമാരെ ദൈവവേല ചെയ്യുന്നവരെ വിളിക്കാൻ സാധാരണ ജനത്തിന് ഇത് ഇത്തിരി ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ദൈവ വേലക്കാരത് മനസ്സിലാക്കിയിട്ട് അവരതിൽ ജീവിച്ചിട്ട് അവർ പോയി അവരുടെ ജനത്തിന് കൊടുക്കട്ടെ. അങ്ങനെ ചിലരെങ്കിലും ഒക്കെ തീയിൽ നിന്ന് വിടുവിച്ചെടുക്കുവാനായിട്ട് കഴിയും. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾക്ക് ചിത്രത്തില് ഇവിടെ ഒരു കാഴ്ച കാണുന്ന നിങ്ങൾ കാണുകയാണ്. ഒരു മകൻ ദൂരയിലേക്ക് നോക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കാരണം അവനൊരു വിളി കിട്ടി. ആ വിളിയാണ് സ്വർഗീയ വിളി. സ്വർഗീയ വിളി. അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട്, അവന്റെ അപ്പൻ. നമ്മൾ ഈ പാടിയ പാട്ടില്ലേ, ലൂക്കോസ് സുവിശേഷം 15-11 മുതൽ കർത്താവ് പറഞ്ഞ ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമ. ഉപമ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? എർത്തിലി സ്റ്റോറി വിത്ത് ഹെവൻലി മീനിങ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം സ്വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോ ഭൂമിയിൽ ഒരു കഥ പറഞ്ഞിട്ട് അതിൽ സ്വർഗീയമായ കാര്യങ്ങൾ അതിൽ ഫിറ്റ് ചെയ്യും. അങ്ങനെ ഈ നോക്കുന്ന ഈ താഴെ പന്നികളെ കണ്ടോ, അവിടെ നിന്ന് തനിക്കൊരു വിളി കിട്ടി. ആ വിളി കിട്ടിയപ്പോൾ തന്റെ മനസ്സ് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി പോകും. അങ്ങനെ ആ വിളി കിട്ടുന്നതിന്റെ പേരാണ് സ്വർഗീയ വിളി. എബ്രായ ലേഖനം 3:1 നിങ്ങൾ ആരെങ്കിലും ബൈബിൾ വായിക്കണേ. മൈക്ക് അടുത്തിരിക്കുന്ന ആള് വായിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലൂടെ കർത്താവ് പറയുന്ന ചിന്തകൾ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനവും ഭൂമിയിൽ പലപ്പോഴും പറയാത്തതുമായ കാര്യങ്ങളായിരിക്കും. കാരണം വേറെ പലതും ഇട്ട് മറഞ്ഞു പോയതാണിത്. വേറെ പലതും ഇട്ട് മറഞ്ഞുപോയി. അപ്പൊ ഇത് നമുക്ക് വചനത്തിലൂടെ തന്നെ വേണം ഉറപ്പിക്കാൻ. കാരണം വചനം കൊണ്ട് ഇത് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ മറഞ്ഞു പോയതാണ്. അപ്പോ വായിച്ച എബ്രായ ലേഖനം 3 അതിന്റെ 1 ഒന്ന് വായിച്ചേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. എന്ത് വിളി? സ്വർഗീയ വിളിക്ക് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. മനസ്സിലാവുന്നുണ്ടോ? ഈ അടുത്ത് നമ്മുടെ പോളിന്റെയും അമ്മുവിന്റെയും കല്യാണമായിരുന്നു. നിങ്ങൾ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കൈ വെക്കിയേ. അപ്പൊ ഞാൻ ചിന്തിച്ചു, മറ്റുള്ളവർക്കൊന്നും വിളി കിട്ടിയില്ല. മനസ്സിലായോ? ആ വിളി വന്നവര് ഓഹരിക്കാരായിരുന്നു ആ കല്യാണത്തിന്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് പോളിന്റെ അമ്മുവിന്റെ കല്യാണത്തിനല്ല, സ്വർഗീയ വിളിയാ. മറ്റത് ഇവിടെ അടുത്ത ഏതോ ഒരു ഹോളിലേക്കായിരുന്നു വിളി, അല്ലേ? ഇത് വിളി സ്വർഗീയ വിളിയാ. ആരുടെ അടുക്കലേക്ക് പോകാനാ? അപ്പന്റെ അടുക്കലേക്ക് പോകാനുള്ള വിളിയായിട്ട് അങ്ങനെ. മനസ്സിലായോ? അപ്പന്റെ അടുക്കലേക്ക് പോകാനുള്ള വിളി. അപ്പൊ ആദ്യം നമ്മളിത് തിരിച്ചറിയണം, അപ്പന്റെ അടുക്കലേക്ക് പോകാനുള്ള വിളിയാ. അപ്പോ ഈ ഇൻവിറ്റേഷനുമായിട്ട് ഓടി നടന്ന ആള് പലപ്പോഴും ചിലപ്പോ പോളായിരിക്കാം, അല്ലെങ്കിൽ മതായിക്കുഞ്ഞ് പാസ്സായിരിക്കാം. ഇവിടെ ഈ ഇൻവിറ്റേഷനുമായിട്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു വിട്ടത് തന്റെ മകനായ ക്രിസ്തുവിനെയാണ്. ഇൻവിറ്റേഷനായിട്ട് പറഞ്ഞു വിട്ടെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-42 ക്രിസ്തു പറഞ്ഞത്, ഞാനെന്ന് സ്വന്തമായിട്ടൊന്ന് ഇറങ്ങി വന്നതല്ലെന്നേ, എന്നെ സ്വർഗത്തിൽ നിന്ന് അപ്പൻ പറഞ്ഞു വിട്ടതാ. ദൈവം പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നതാ. എന്തറിയിക്കാൻ? സ്വർഗീയ വിളി അറിയിക്കാൻ. സ്വർഗീയ വിളി അറിയിക്കാൻ. ഹല്ലേലൂയ. ആ വിളി കിട്ടിയവർ അനുഗ്രഹീതരാ.
പക്ഷെ ഒരു സങ്കടം, ആ വിളി കിട്ടിയിട്ട് നമ്മളാരും വിളി കിട്ടിയതായിട്ട് തോന്നിയില്ല നമുക്ക്. നമ്മളൊക്കെ മതത്തിൽ ചേർന്നെന്നാ തോന്നിയേ. അതാണ് പ്രയാസമായി പോയത്. അതൊരു വലിയൊരു കല്ല. 8:42 വായിച്ച്. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ എവിടെന്നാ വന്നേക്കണേ? യേശു പറയാം, ഞാൻ വന്നേക്കണത് ദൈവത്തിന്റെ അടുക്കൽ നിന്നാണ് വന്നേക്കണേ. ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൈവം അയച്ചിട്ട് വന്നേക്കുവന്ന്. ആരോടാ സംസാരിക്കണേ? വചനത്തിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള ഇസ്രായേൽ മക്കളോടാ, ശാസ്ത്രിമാർ പരീക്ഷന്മാരോടാ പറയുന്നേ. ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, വിശ്വസിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവം അയച്ചിട്ടാ വന്നേക്കണേ. ദൈവത്തിന്റെ അടുക്കലിനാ വന്നേക്കണേ. പിന്നെ എന്തിനാ വന്നേക്കണേ? എന്തിനാ വന്നേക്കണേ? യേശു പറയാണ്, കാണാതെ പോയതിന് അന്വേഷിച്ചിട്ടാ അപ്പൻ എന്നെ ഇങ്ങോട്ട് വിട്ടേക്കണേ. സോ ക്ലിയർ. കാണാതെ പോയതിനെ അന്വേഷിച്ചിട്ട് എവിടെ നിന്ന് കാണാതെ പോയി? അപ്പന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയതാണെന്നേ. അപ്പന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയതിനെ അന്വേഷിച്ചിട്ട് ഞാൻ വന്നേക്കണേ. അല്ല, ഞാൻ വന്നത് ഒരു മതം ഉണ്ടാക്കാനല്ല. നിങ്ങളെ വിളിച്ചോണ്ട് വീട്ടിൽ പോണം. അവസാനം നിങ്ങളെ എന്റെ അപ്പന്റെ അടുത്തുകൊണ്ട് ഏൽപ്പിച്ച എന്റെ പണി തീർന്നു. ശ്രദ്ധിച്ചു കേൾക്ക. ഞാൻ വന്നത് അയച്ചിട്ടാണ്. ദൈവം അയച്ചിട്ടാ ഞാൻ വന്നേക്കണേ. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളെയും കൊണ്ട് അവിടെ ചെല്ലണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് അവിടെ ചെല്ലണം. അപ്പന്റെ അടുക്ക് നിങ്ങൾ എത്തുമ്പോ നിങ്ങളെ ഈ ലോകത്തിലെ വിഷയങ്ങൾ നിങ്ങളെ മറ്റൊരുത്തൻ കീഴടക്കിയിട്ടിരിക്കുക. അവിടെ നിന്ന് ഒന്നാമത് നിങ്ങൾ രക്ഷിക്കണം. ഇതിന്റെ പേരാണ് നമ്മൾ പലപ്പോഴും പറയുന്ന രക്ഷയുടെ സുവിശേഷം. അതുകൊണ്ട് തീർന്നില്ല. രണ്ടാമത് എന്റെ അപ്പന് നിങ്ങളെ കൊണ്ട് കൊടുക്കുമ്പോ കറയിൽ ചുരുക്കമുള്ള നിങ്ങളെ കഴുകി, വചനത്തിലൂടെ കഴുകി ശുദ്ധീകരിച്ച് തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുവാനായിട്ട് ആണ്. മോൻ ഒരാളെയും കൊണ്ട് വിളിച്ചോണ്ട് വന്നേക്കുവാ കാന്ത. അവസാനം അപ്പൻ ചോദിക്കരുത്, നിനക്ക് ഇവളെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് ചോദിക്കരുത് എന്ന രീതിയിൽ ഇവരെ കഴുകി ശുദ്ധീകരിച്ച് അപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കണം. മനസ്സിലായി? ആ വീട്ടിൽ കുട്ടക്കണം. ഇതാണ് ഭൂമിയിൽ പാടാത്ത സ്വർഗത്തിൽ പാടുന്ന പാട്ട്. വെളിപ്പാട് 5:9-10. ആ പദ്യം വായിച്ച് ശ്രദ്ധിച്ചറിയാം. നിങ്ങൾ വെളിപ്പാട് 5:9-10 ഒന്ന് വായിച്ചേ. നിങ്ങൾ ശരിക്കും പറയണം. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സ്വർഗത്തിൽ പാടുന്ന പാട്ടാ. ഇവിടുത്തെ പള്ളികളിലൊന്നും സാധാരണ ഇതെങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. കർത്താവ് എനിക്ക് പറഞ്ഞു തന്നപ്പോ അതൊരു പാട്ടായിട്ട് വന്നു, ടൂണായിട്ട് വന്നു. ആ ടൂണ് അങ്ങനെ തന്നെ. ഞാൻ ഈ ടൂണ് ലോകത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഈ പാട്ടിന്റെ വരികൾ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടതാ, ടൂണ് ദൈവത്തിൽ നിന്ന് കിട്ടിയതാ. വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പതിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ശ്രദ്ധിച്ചു കേൾക്കുക. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് എല്ലാ മനുഷ്യരെയും, ശ്രദ്ധിച്ചു കേൾക്കണം, തനിക്ക് വേണ്ടിയല്ല വിലയ്ക്ക് വാങ്ങിയേ, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ശ്രദ്ധിച്ചു കേട്ടോളാം. ഞാൻ പറയുന്നത് ബൈബിൾ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ എന്റെ വടി കൊണ്ട് അടിക്കണം. ഏത് വടി കൊണ്ട്? വചനമാകുന്ന വടി കൊണ്ട്. ഹല്ലേലൂയ. എന്നെ തിരുത്തിക്കോളണം, അല്ലെങ്കിൽ ഞാൻ തിരുത്തപ്പെടണം. ഹല്ലേലൂയ. മക്കളെ, ദേവദാസന്മാരെ നിങ്ങളോട് പറയട്ടെ, നമ്മളെ വിളിച്ചത് സമൂഹത്തോടു കൂടെ ഓടാനല്ല, ക്രിസ്തുവോട് കൂടെ ഓടാനാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ സമൂഹത്തോടുകൂടി ഓടി 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 ഇന്ന് ഈ ജനം മൊത്തത്തിൽ ദേവദാസന്മാരടക്കം നരകത്തിലേക്കാണ് പോണേ. മത്തായി 7:21-23 നമുക്കത് വ്യക്തമായി ന്യായവിധി കാണാം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ഇന്നും പറഞ്ഞു, 10 ലക്ഷം പേരുമായിട്ടെ നരകത്തിൽ പോകുന്നതിനൊക്കെ നല്ലത് 10 പേരുമായിട്ട് സുഖരാതി കയറുന്നതാണ്. മനസ്സിലായി? എല്ലാവരും ബോൾഡായിട്ട് നിൽക്കണം. വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്തത് എന്തെങ്കിലും ആണ് പറയുന്നതെങ്കിൽ തിരുത്തണം. ഹല്ലേലൂയ. മനുഷ്യരുടെ മോഹം നോക്കരുത്, അവരെയൊക്കെ സ്നേഹിക്കണം. എപ്പോഴും ക്രിസ്തുവിന്റെ ഒരു എക്കോ ആയി നമ്മളോട് നിലവാണ്. ക്രിസ്തു എന്ത് പറഞ്ഞോ അത് തന്നെ നമ്മൾ ആവർത്തിക്കണം. ഇടത്തേക്കും മാറരുത്, വലത്തേക്കും മാറരുത്. അപ്പൊ ഇവിടെ പറയാണ്, സ്വർഗത്തിൽ നിന്ന് എന്നെ അയച്ചിട്ടാണ് ഞാൻ വന്നത്. വെറുതെ വന്നതല്ല, കാണാതെ പോയതിനെ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി
അവർ വേറൊരുത്തന്റെ പിടിയില. വേറൊരുത്തൻ ആരാന്നറിയാമോ? പിശാച്. ഇവരെല്ലാം കൊല്ലാനിട്ടിരിക്കുക. അപ്പോ ശ്രദ്ധിക്കുക, ഈ കൊല്ലാനിട്ടിരിക്കുമ്പോ ഇവരെ അവന്റെ കീഴിൽ നിന്ന് വിലക്ക് വാങ്ങണം. എങ്ങനെ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇവർ മരിക്കേണ്ട സ്ഥാനത്ത് ദൈവപുത്രനായ ക്രിസ്തു മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ രക്തം കൊണ്ട് നമ്മളെല്ലാം, ശ്രദ്ധിച്ചു കേട്ടോളാം, ദൈവത്തിനായി വിലക്ക് വാങ്ങി. അപ്പോ ഒന്നൊരു ഭാഗം വായിച്ച് ജനം ശ്രദ്ധിച്ചില്ല ആ ഭാഗം. നമ്മൾ സാധാരണ സ്കിപ്പായി പോകും ഈ പലതും. ചിലപ്പോൾ പറയാറുണ്ട്, എത്ര പ്രാവശ്യം വായിച്ചതാ ഇത്, പക്ഷെ ഇതുവരെ ഇതെന്റെ തലയിൽ ക്ലിക്കായില്ല എന്ന് വായിച്ചു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ശ്രദ്ധിച്ചു കേട്ടോ, വെളിപ്പാട് 5:9-10. അപ്പോ ഇവിടെ പറയാണ്, സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ ശ്രദ്ധിച്ചോളണം, താൻ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് കാര്യം തീർന്നില്ല. വാങ്ങിയത് ആർക്കാണോ ആ വ്യക്തിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം. അപ്പോഴേ തന്റെ പദ്ധതി പൂർത്തിയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അതുവരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഹല്ലേലൂയ. കൊണ്ട് എത്തിക്കുന്നത് വരെ. ഹല്ലേലൂയ. ഇനി നമ്മളെ പർച്ചേസ് ചെയ്തപ്പോ ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും തെറ്റിക്കിടക്കുന്നവരാ. തെറ്റിക്കിടക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം, ദേവദാസനെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഈ ഭൂമിയിൽ നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്, നമ്മളെല്ലാം സ്വന്തം രാജ്യക്കാരാണ്. ഷാജി രാജ്യം, രാജൻ രാജ്യം, കുര്യാക്കോസ് രാജ്യം, സന്തോഷ് രാജ്യം, മേരിക്കുട്ടി രാജ്യം, ഷിബ രാജ്യം, അമ്മു രാജ്യം, എല്ലാവരും ഓരോ രാജ്യമാണ്. ഞാൻ ആ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഈ തല. ഈ അവയവങ്ങളൊക്കെ പ്രജകളാണ്. എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു. അതാണ് നമ്മൾ. ദേവദാസന്മാർ ശ്രദ്ധയോടെ മനസ്സിലാക്കുക, പെട്ടെന്ന് തിരുത്തുക. നമ്മൾ ഒരിക്കലും ദൈവം ഉണ്ടാക്കിയത് സ്വയമായി നിൽക്കാനല്ല. നമ്മളെ ദൈവം ഉണ്ടാക്കിയത് ദൈവവുമായി ഒന്നായി പ്രവർത്തിക്കാനാണ്. മനസ്സിലായോ? ഒരു ഐലൻഡ് ഓപ്പറേഷനിലല്ല, പകരം ഒരു അലയൻസ് ഓപ്പറേഷന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. ഐലൻഡ് എന്ന് വെച്ചാൽ ദ്വീപാണ്, ദ്വീപ്. ആ ഒരു ഓപ്പറേഷൻ അല്ല. അങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ നമ്മൾ തെറ്റാണ്. ഇതാണ് യെശയ്യാ 53:6 പറയുന്നത്, നാം എല്ലാവരും തെറ്റിപ്പോയി. എങ്ങോട്ട്? താന്റെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയി. അതാണ് നമ്മുടെ തെറ്റ്. കണ്ടുകൂടി വീഡിയോയിൽ മറ്റതൊക്കെ പിന്നെ അതിന്റെ റിസൾട്ടായിട്ട് വന്നതാ. യഥാർത്ഥ തെറ്റെന്ന് പറയുന്നത് നാം തലയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാ, ദൈവത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാ. പക്ഷെ ഇപ്പൊ പ്രവർത്തിക്കുന്നത് സ്വയമായിട്ടാ. 53:6 വായിച്ചേ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാവരും തെറ്റിപ്പോയി. ആടുകളെ പോലെ തെറ്റിപ്പോയി. എന്താണ് തെറ്റ്? നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ തെറ്റ് മനസ്സിലായോ? ഈ തെറ്റ് കറക്റ്റ് ചെയ്യാതെ ബാക്കി എന്തൊക്കെ കളി കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതാദ്യം കറക്റ്റ് ചെയ്യണം. എന്താണ് നമ്മുടെ തെറ്റ്? താന്താന്റെ വഴിക്ക് തിരിഞ്ഞു പോയി. ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് തെറ്റ്. ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ശരിയായി. മനസ്സിലാക്കിക്കൊള്ളണം. ഈ താന്താന്റെ വഴിക്ക് തിരിഞ്ഞപ്പോ ഇനി തന്റെ സ്വന്തം വിവേകത്തിലാവും പോകുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വന്തം വിവേകത്തിൽ പോയാൽ നീ വീഴും. വചനം പറയാ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കാരണം മനുഷ്യന്റെ വഴികൾ മനുഷ്യന്റെ ഉള്ളിലില്ല. മനുഷ്യന്റെ വഴികൾ അവന്റെ തലയായ യഹോവയിലാണ്. എപ്പോഴും മനസ്സിലാക്കിക്കോളാം, മനുഷ്യന്റെ വഴികൾ മനുഷ്യന്റെ ഉള്ളിലില്ല. മനുഷ്യന്റെ വഴികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. ആ സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നായി ഒരു അലയൻസായി നിന്നെങ്കിലേ മനുഷ്യൻ ജയിക്കുള്ളൂ. അല്ലാത്ത മനുഷ്യൻ ഒരു പരാജയമാണ്. ഐലൻഡ് ലൈഫല്ല, അലയൻസ് ലൈഫിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതൊരു ത്രിയേക പ്രവർത്തനമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, അതൊരു ത്രിയേക പ്രവർത്തനമാണ്. സ്വർഗസ്ഥ പിതാവിൽ ക്രിസ്തുവിലൂടെ നമ്മൾ ഒന്നായി സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ആത്മാവാൽ നയിക്കപ്പെടണം. ഇതാണ് ത്രിയേക പ്രവർത്തനം.
ദേവദാസന്മാരോട് തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കാര്യം പറയാം. ഒരു വലിയ കല്ല് അതിനും തടസ്സമായിട്ട് നമ്മളിൽ കിടക്കുന്നുണ്ട് മുമ്പിൽ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ പുത്രനിൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നാവുകയാണ്. ഇതാ യേശുക്രിസ്തു പറയുന്നത്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ. നമ്മൾ അവിടെയല്ല, നമ്മൾ വേറൊരിടത്ത് നിർത്തും. ഞാനും പിതാവ് ഒന്നാണ്, നമ്മൾ അവിടെ നിർത്തും. അയ്യോ, നിർത്തല്ലേ. യേശു അങ്ങനെ നിർത്തി പറഞ്ഞു ഒറ്റ പ്രാവശ്യമുള്ളൂ. ബാക്കിയൊക്കെ താഴേക്ക് പറയുകയാണ് യേശു. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നമ്മൾ അത് പറയത്തില്ല. ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ നമ്മളിൽ നിന്ന് മാറ്റും. അങ്ങനെയല്ല, ക്രിസ്തുവെ നമ്മളിലാക്കുകയാണ്. ക്രിസ്തുവിൽ നാം വേരിരിക്കാൻ വരണം. കാരണം നമുക്ക് വേരില്ല. നമ്മൾ ഉണങ്ങിപ്പോകുന്ന ബ്രാഞ്ചസാണ്. ക്രിസ്തുവിനെ വേരുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് അതിശയകരമായിട്ട് ജീവിക്കണോ? അത്ഭുതകരമായിട്ട് ജീവിക്കണോ? ഐലൻഡ് ജീവിതം മാറ്റി അലയൻസ് ജീവിതത്തിലേക്ക് വാ. അലയൻസ് വെച്ചാൽ യൂണിയൻ വിത്ത് ഗോഡ്. നാറ്റോ ഈ ഭൂമിയിലെ വലിയ ഒരു ആർമി അലയൻസ് 32 രാജ്യങ്ങളുള്ള. ഒന്നിനെ തൊട്ടാൽ ബാക്കി 31 ഓടി വരും. ഇതാ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് പ്രിയ പോളിന്റെയും അമ്മുവിന്റെയും വിവാഹം കഴിഞ്ഞ. അത് ഒരു അലയൻസാണ്, ടെമ്പററി അലയൻസ്, ഭൂമിയിലെ താൽക്കാലിക അലയൻസ്. അതുവരെയും 2 ആയിരുന്നവർ ആ ദേവദാസൻ പറഞ്ഞു, ഇനി നിങ്ങൾ 2 അല്ല 1 ആണ്. അലയൻസാണ്. അപ്പൊ ഒരുവൻ 1000 ആണെങ്കിൽ ഇരുവൻ 10,000 ഓടിക്കും. അലയൻസിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇതേപോലെ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുക എന്തിനാണെന്നറിയാമോ? ദൈവവുമായി, ആ പാട്ടിലുണ്ട്, ദൈവവുമായി ഒന്നായി ക്രിസ്തുവിൽ ഒരു ജീവിതത്തിലേക്ക്. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രാർത്ഥനയോടെ ആയിരിക്കണം, എങ്കിലും മനസ്സിലാവും. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു പിതാവോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നത്. യോഹന്നാൻ 17:11, 17:21, 17:23. ഇതിൽ 3 ആവർത്തിക്കുന്നത്, പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിത്തീരണം. അലയൻസ് ഓപ്പറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളിൽ നടന്നിട്ടില്ല. ഇതൊരു ത്രിയേക പ്രവർത്തനമാണ്. എപ്പോഴും ശ്രദ്ധിച്ചോളണം. അതിൽ ഒരെണ്ണൊന്ന് വായിക്കാം കേട്ടോ. ഇതൊരു ത്രിയേക പ്രവർത്തനമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് നമ്മളിൽ ഫിറ്റ് ചെയ്യണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദേവദാസന്മാരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയണ തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. ഇത് നമ്മളിൽ കൊണ്ടുവരണം. ഇത് എന്റെ ജീവിതത്തെ കൊണ്ടുവന്നപ്പോ എന്റെ ജീവിതം മാറി. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. സ്വർഗസ്ഥ പിതാവിന്റെ ജ്ഞാനമാണ് ക്രിസ്തുവിൽ എനിക്കും ജ്ഞാനം. ക്രിസ്തു നമുക്ക് സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ജ്ഞാനമായി, വീണ്ടെടുപ്പായി, എല്ലാമായി തീർന്നു. ആ ഒരു തലത്തിലേക്ക് മാറുകയായി. കാരണം അലയൻസിന്റെ ഗുണം അതാ. ഹല്ലേലൂയ. മറ്റേ വ്യക്തിക്കുള്ളത് കൂടെ നമുക്കുള്ളതാണ്, നമുക്കുള്ളത് മറ്റേ വ്യക്തിക്കുള്ളതാണ്. ഇതുകൊണ്ടാണ് യോഹന്നാൻ 17:10 യേശുക്രിസ്തു പറയുന്ന, അലയൻസിൽ പറയുന്നത്, യേശുക്രിസ്തു പറയാണ്, എന്റേതെല്ലാം നിന്റേതും, എന്റേതെല്ലാം നിന്റേതും, സ്വർഗസ്ഥ പിതാവിന്റെയും നിന്റേതെല്ലാം എന്റേതുമാകുന്നു. സ്വർഗസ്ഥ പിതാവിന്റേത് എന്റേതും. അലയൻസിന്റെ ഗുണം കണ്ടോ? അലയൻസിന്റെ ഗുണം കണ്ടോ? ഹല്ലേലൂയ. അതാണ് അലയൻസിന്റെ ഗുണം. ഈ ഗുണം മക്കളെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കണമെങ്കിൽ ആദ്യം നമ്മുടേത് ദൈവത്തിൻ്റെതാകണം. എങ്കിലേ ദൈവത്തിൻ്റെത് നമ്മുടേത്. അപ്പോൾ ഇതാണ് അലയൻസിന്റെ ഗുണം. അന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയപ്പോ ഇവരോടൊക്കെ ഒരു ഉപദേശം കൊടുത്തായിരുന്നു അമ്മുവിന്. എന്ന് അമ്മുവിൻ്റെതെല്ലാം പോളിൻ്റെതാവുന്നുവോ, പോളിൻ്റെത് അമ്മുവിൻ്റെതാവും. ഇത് എന്റേത് നിന്റേതെന്നില്ല. കല്യാണത്തിന് മുമ്പ് എന്റേത് നിന്റേത്, കല്യാണം കഴിഞ്ഞാൽ ഇന്നും അത് തന്നെയാണെങ്കിൽ അതൊരു അലയൻസ് ഒന്നും അല്ല. കല്യാണം കഴിഞ്ഞാൽ ഇനി നമ്മുടേത്. എന്റെ അമ്മ നിന്റെ അമ്മ, നമ്മുടെ അമ്മ. എന്റെ പണം നിന്റെ പണം, അല്ല നമ്മുടെ പണം. പ്രിയ സഹോദരങ്ങൾ, ഈ രീതിയിലും മാറുന്നില്ല എങ്കിൽ ആ വീട്ടിൽ അധികം പിടിച്ചേക്കാൻ പറ്റില്ല. രണ്ടും കൂടി വീണ്ടും എന്റേത് നിന്റേത് പറഞ്ഞ് അടി തുടങ്ങും. ഹല്ലേലൂയ. അലയൻസിലേക്ക് വരുമ്പോ എല്ലാം നമ്മുടേതായി. എങ്ങനെ? ആദ്യം ബോഡിയുടേതല്ല. അതായത് ഭൂമിയിലെ വിവാഹത്തിലാണെങ്കിൽ വൈഫിൻ്റെതെല്ലാം ഭർത്താവിൻ്റെതാകണം. അതുവഴി ഭർത്താവിൻ്റെതെല്ലാം
വൈഫിന്റെ വിവാഹം ഒന്നായി തീരുകയാ. ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നത്ര. ഇത് നടക്കാത്തത് കൊണ്ട് അനേക വിവാഹങ്ങൾ തകർന്നു കിടക്കുന്നത്. ഹല്ലേലൂയ. കാരണം വണ്ടി ഓടിക്കാൻ അറിയാൻ പാടാത്തവരൊരു വണ്ടി കൊടുത്തതുപോലെ ആയിപ്പോയി. എനിക്കിഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചതാ പാപ്പ. കല്യാണം കഴിപ്പിച്ചു. ഏതെങ്കിലും വണ്ടി നമുക്ക് അങ്ങനെ തരുമോ? അവിടെ ഷോറൂമിൽ ഒരു ഉഗ്രം വണ്ടി എടുക്കുന്നു, ഒരു 4 വീലർ ഡ്രൈവ്. എനിക്കിഷ്ടപ്പെട്ടു, താന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ? ഇല്ല. ആദ്യം അത് ഓടിക്കാനാണുള്ള കാര്യം. പഠിച്ച് നീ ലൈസൻസ് എടുത്ത് വാ, പാസ്സായി വാ, അപ്പം തരാം. ഇല്ലേ? അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതേപോലെ തന്നെയാണ് ഈ കാര്യവും. ഇതേപോലെ കർത്താവ് പറയാണ്, കുരുടനായ ഒരു വ്യക്തിയാണ് ജനത്തെ നയിക്കുന്നതെങ്കിൽ എല്ലാവരും കുഴിയിൽ വീണത് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? കുരുടനായ വ്യക്തി. കാരണം നമ്മളെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത് നമ്മളിലല്ല, ദൈവത്തിലാ. മനസ്സിലായോ? ആദത്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോയി, ദൈവവുമായി സെപ്പറേറ്റ് ആയി പോയി. ക്രിസ്തുവിൽ വരുമ്പോ ക്രിസ്തു നമ്മളെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാക്കും. പിടുത്തം കിട്ടിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരികെ കിട്ടി. എന്റെ മക്കളെ, നമ്മൾ ചിന്തിച്ചു IPC ചേർന്നല്ലേ, പെന്തക്കോസ്തി ചേർന്നല്ലേ, കത്തോലിക്ക ചേർന്നല്ലേ, ഷാരോണി ചേർന്നല്ലേ, ബ്രദറിൽ ചേർന്നല്ലേ. എന്റെ പൊന്നു മക്കളെ, ഈ കൺസെപ്റ്റ് ഒക്കെ വിടുക. അതൊക്കെ അവർ ഇരുന്നോട്ടെ, അതിനൊന്നും ഉപദ്രവിക്കണ്ട. മരിച്ചാൽ കുഴിച്ചിടാനൊരു സ്ഥലം വേണ്ടേ? അവിടെ ഇരുന്നോട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവിടെ ഒന്നും ചേർന്നല്ല, നമ്മൾ സ്വർഗീയ കുടുംബവുമായി സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നായി. ഇതാ കാണണ്ടേ. ഇതുവരെ ഐലൻഡ് ഓപ്പറേഷൻ ആയിരുന്ന ഞാന് ദ്വീപ് ഓപ്പറേഷൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോ ഒറ്റയ്ക്ക് ചെയ്ത പരിപാടി നിർത്തി ദൈവത്തിൽ നിന്ന് തുടങ്ങി ഞാൻ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തും. ഇതിന്റെ ഈ പ്രവർത്തനമാണ് ത്രിയേക പ്രവർത്തനം. മനസ്സിലായോ? ഇത് ഞാൻ ശ്രദ്ധിച്ചേക്കണം. ദേവദാസന്മാര് ഇവിടെയാണ് എന്നോട് ചിലപ്പോൾ തെറ്റാൻ പോണേ. ഇത് ദൈവത്തിലല്ല, നമ്മളിലാ. ദൈവപുത്രന്മാരായ ക്രിസ്തുവിലും ക്രിസ്തുവിനെ പോലെ ആകാൻ വിളിക്കപ്പെട്ട നമ്മളിലുമാണ് ഈ ഓപ്പറേഷൻ നടക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ബൈബിൾ വായിച്ചോ? ഈ ത്രിയേക ഓപ്പറേഷൻ നടക്കേണ്ടത് ദൈവത്തിലല്ല. ഇത് നടക്കേണ്ടത് മുഴുവൻ ദൈവപുത്രനായ ക്രിസ്തുവിലും ക്രിസ്തുവിനെ പോലെ ആകാൻ വിളിക്കപ്പെട്ട നമ്മളിലുമാണ്. പിടുത്തം കിട്ടിയ? ദൈവം പ്രവർത്തിക്കുന്നത് ഏകനായി മഹാത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ദൈവപുത്രൻ പ്രവർത്തിക്കുന്നത് ത്രിയേകമായിട്ടാണ്. ഈ ഒരു തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ, ഇത് പണ്ട് 4-ാം നൂറ്റാണ്ട് വെച്ച് പിശാച് സഭയെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ്. ഇവരൊരിക്കലും അവരുടെ ലക്ഷ്യത്തിലെത്തരുത് എന്ന ചിന്തയിൽ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിലുള്ള ഈ ത്രിയേക പ്രവർത്തനം ഇത് നമ്മളെ കൊണ്ടുവന്നാൽ ജയിച്ചു. അതോടുകൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളിലും നമ്മളിലൂടെ ഭൂമിയിലുമാകും. മനസ്സിലാവുന്നുണ്ടോ? ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്തു പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നു ക്രിസ്തുവിന് എല്ലാം ചെയ്യാൻ കഴിയും. ഇതല്ല നമ്മൾ പറയണേ. ക്രിസ്തു എന്നെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ബൈബിൾ നോക്കാം. എന്നെങ്കിലും ഒരിടത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പകരം ക്രിസ്തു എന്താ പറഞ്ഞേക്കണെന്ന് അറിയാമോ? എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര കാര്യം? നിങ്ങള് ദേവദാസന്മാരല്ലേ? അതിന്റെ ഗ്രീക്ക് വേണം തപ്പിക്കൊള്ളണം. ഓഡൈസ് എന്ന് പറഞ്ഞ വേടാ. ഓഡൈസ് പല സ്ഥലങ്ങളിലുണ്ടത്. യോഹന്നാൻ 19 യോഹന്നാൻ 30 ഇവിടെയൊക്കെ പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നോട്ട് ഈവൺ വൺ തിങ്. ഒരു കാര്യം പോലും എനിക്ക് സ്വയം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഒരു കാര്യം പോലും സ്വയം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാ കാര്യവും ചെയ്യും. എങ്ങനെ? പിതാവിൽ നിന്ന്. പിടുത്തം കിട്ടിയ? അതാണ് ത്രിയേക പ്രവർത്തനം. പിടുത്തം കിട്ടിയ? ഇനി ബൈബിളിൽ ഇതിനെ പറഞ്ഞിരിക്കുന്ന ത്രിയേക പ്രവർത്തനം എന്നല്ല, ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. നമ്മുടെ മലയാളം ബൈബിൾ വായിച്ചൊന്നും മനസ്സിലാകത്തില്ല. KJV ASV വായിക്കുക. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തു വസിക്കുന്നില്ലേ? ദേഹരൂപമായി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ് ഹെഡ്, ദൈവം തലയായി ക്രിസ്തു ശരീരമായി
ക്രിസ്തുവിൽ വസിക്കുന്നു എന്നാണ്. ഗോഡ് ഹെഡ് പൂർണ്ണമായും ക്രിസ്തുവിൽ ശരീരമായി വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതായത് സ്വർഗസ്ഥ പിതാവ് തല, ക്രിസ്തു ശരീരം. തലയിൽ നിന്ന് ഇൻഫർമേഷൻ ബോഡിക്ക് കിട്ടുന്നു, ബോഡി അത് ചെയ്യുന്നു. ബോഡിക്ക് സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ശരീരത്തിന് സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതേപോലെ തന്നെയാണ് ക്രിസ്തു. ക്രിസ്തു പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നത് എല്ലാം തനിക്ക് ചെയ്യാൻ പറ്റും. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതിന്റെ ബൈബിളിലെ വചനം നമുക്ക് വായിക്കാം. ഇനി നമ്മളെ സംബന്ധിച്ച് യേശു പറയാണ്, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം നിങ്ങളുടെ തല ഞാനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശു എന്ന എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് യേശു പറയാണ്, എനിക്ക് സ്വർഗീയ പിതാവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനും പറ്റില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് ഈ രംഗ കറക്റ്റ് കണക്ഷൻ ഉണ്ടാകണം. ഈ കണക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്താൽ നമ്മൾ ജയിച്ചു. പിന്നെ നമ്മളല്ല, നമ്മൾ ഐലൻഡ് ഓപ്പറേഷൻ മാറി അലയൻസ് ഓപ്പറേഷനിലേക്ക് വരും. അതായത് നമ്മൾ ദൈവവുമായി ക്രിസ്തുവിൽ ഒന്നായി തീരുക. ഈ ഒരു ഓപ്പറേഷനിലേക്ക് വന്നാൽ അതോടെ നമ്മുടെ മരണം മാറി. കാരണം കണക്ഷൻ ആരുമായിട്ടാ? അമർത്യനായ ദൈവമായിട്ടാ. ഹല്ലേലൂയ. അവിടെ നിന്നാണ് ജീവൻ ഒഴുകുന്നത്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കി പ്രവർത്തിക്കും. ദൈവദാസന്മാർ ഇത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ദൈവദാസന്മാരുടെ മാത്രം ഒരു യോഗം കൂട്ട്. എന്നിട്ട് ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. അല്ലാതെ നാം കൂട്ടത്തോടെ മരിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിച്ചോളണം. നാം മത്തായി 7:21, 22, 23 അവിടെ നിൽക്കുന്നതല്ല യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ, സുവിശേഷം അറിയിച്ചവരാ, കൃപാവരം ഓപ്പറേറ്റ് ചെയ്തവരാ. അവരവിടെ തെറ്റ് ചെയ്തതായിട്ട് പറയുന്നില്ല. പക്ഷെ യേശു ക്രിസ്തു പറയുന്നു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു. എന്ത് തെറ്റാ ചെയ്തേ? ഇത് കണ്ടോണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുവാണോ? ഇത് കണ്ടോണ്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുവാണോ? നമ്മൾ ബി പ്രാക്ടിക്കൽ. ഈ ലോകത്ത് മനുഷ്യരെ സന്തോഷിപ്പിച്ചിട്ടൊരു കാര്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ വ്യക്തതയോടെ തിരിച്ചറിയുക, എന്നിട്ട് അതിൽ സ്റ്റേ ചെയ്യുക. എങ്ങനെയുണ്ടാവും? നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാവും. അല്ലാണ്ട് ചുമ്മാ 3 പാട്ടുപാടി സങ്കീർത്തനം വായിച്ച് വീട്ടിൽ പോകുന്ന പരിപാടിയല്ല ഇത്. നമ്മൾ ആള് മാറും. മനുഷ്യപുത്രന്മാരായ നമ്മൾ ദൈവപുത്രന്മാരായി മാറും. ക്രിസ്തുവെ പോലെയായി തീരും. റിസൾട്ട് ഉണ്ടാകും ജീവിതത്തിൽ. ഹല്ലേലൂയ. ഈവൻ മരണത്തിൽ നമ്മൾ പേടിയില്ല. മരണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ ദിനമായിരിക്കും. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പോ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ അലയൻസിനെ കുറിച്ച് ഒന്ന് വായിക്കാം കേട്ടോ. മത്തായി യോഹന്നാൻ 17:11, 21, 23, 14, 20 എല്ലാം വായിക്കണ്ട. 1-2 എണ്ണം വായിക്കാം. ഏതെങ്കിലും 2 എണ്ണം വാക്യം പറഞ്ഞു വായിച്ചു. ഈ പറഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം 17:11. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ ഒന്നാകേണ്ടതിന് യേശുവും പിതാവും ഒന്നാ അല്ലേ? നമ്മൾ അവിടെ അങ്ങ് കട്ട് ചെയ്തിട്ട് വിട്ടു. നമ്മളും ഒന്നാകാനായി പറയണേ. നമ്മെ പോലെ അവരും ഒന്നാകേണ്ടതിന്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. ഒന്നാകണം. യേശുവും പിതാവും ഒന്നായിരുന്നത് പോലെ ഈ അലയൻസിൽ ഇപ്പൊ 2 പേരേ ഉള്ളൂ, സ്വർഗസ്ഥ പിതാവും ക്രിസ്തു. അതിലേക്ക് നമ്മളെയും വിളിക്കുക. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. പകരം നമ്മളിവിടെ മനുഷ്യന്റെ ഒരു ആലോചന ഇട്ടിട്ട് ഏതെങ്കിലും സംഘടനയിൽ അവസാനിച്ചു ആകരുത്. ഈ ആഗ്രഹത്തിലേക്ക് വരണം. ഓരോടി വായിച്ചോ. 21. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. മനസ്സിലായോ? അലയൻസിലേക്ക് വിളിക്കണുണ്ടോ? അല്ലാണ്ട് പിതാവും പുത്രനും വേറെ സ്ഥലത്ത് നിന്നോട്ടെ, നമ്മൾ വേറെ സ്ഥലത്ത് നിന്നോട്ടെ എന്നല്ല. യേശു പറയാണ്, ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നത് പോലെ ഇവർ നമ്മിലാകണം. അങ്ങനെ ഒന്നായി തീരണം. മനസ്സിലായോ? വിളി മനസ്സിലായോ? ഈ അലയൻസ് നടക്കുന്നത് ഒരു 3 ഏക പ്രവർത്തനത്തിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ?
ഇത് മനസ്സിലാക്കിയിട്ട് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയുന്നതിലൂടെയാണ് ഇത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇത് അറിയുന്നതിലൂടെ നമ്മൾ പിന്നെ ഒന്നും ഒരുക്കിക്കൊണ്ട് പോകണ്ട, എല്ലാം നമ്മളിലൂടെ ദൈവം പ്രവർത്തിച്ചു. ഇതാ ക്രിസ്തു പറയുന്നേ, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എന്നെ കാണുന്നവൻ ആത്മാവാകുന്ന ദൈവത്തെ ഭൂമിയിൽ ഈ ജഡത്തിലൂടെ കാണുന്നു. അടുത്ത കിട്ടിയോ? ഹല്ലേലൂയ. യേശു പറയണേ, എന്നെ കാണുന്നവൻ ആരെ കാണുന്നു? സ്വർഗത്തിലുള്ള പിതാവിനെ കാണുന്നു. എങ്ങനെ? ഈ ത്രിയേക പ്രവർത്തനത്തിലൂടെയാ, ഈ അലയൻസിലൂടെയാ. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെ വസിക്കുന്നു, പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം എവിടെ? ക്രിസ്തുവിൽ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അതായത് ഈ ക്രിസ്തുവെ പോലെ ആകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നേ. ഇത് തിരിച്ചറിയണം. ക്രിസ്തുവാണ് അവിടെ റോൾ മോഡൽ. റോമ 8:29 പറയുകയാണ്, തന്റെ ഏകജാതനായ ക്രിസ്തു. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇവിടെയും ദേവദാസൻ പറയുന്നോട് തെറ്റും. ഞാൻ ബൈബിളിലുള്ളതേ പറയുന്നുള്ളൂ. ഏകജാതനായ ക്രിസ്തു ദൈവത്തിന്റെ പ്ലാനാണ്. അനേക സഹോദരന്മാരിൽ ആദ്യജാതനായി തീരണം. തീർന്നിട്ടില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. തീരേണ്ടതിന് ഈ ക്രിസ്തുവോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഭാവി. അതായത് നമ്മളൊരു കത്തോലിക്കക്കാരനായിട്ടോ ഒരു മാർത്തോമക്കാരനായിട്ടോ IPC-കാരനായിട്ടോ അവസാനിക്കുകയല്ല. ഇതാണ് നമ്മുടെ ഭാവി. ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായി ഒരു കുടുംബമായി തീരണം, വൺ ഫാമിലി ആയി തീരണം. ഭൂമിയിൽ ജനിച്ചത് മനുഷ്യന്റെ കുടുംബത്തിലാണ്, പക്ഷെ ഇവിടുന്ന് പോകുന്നത് ദൈവ കുടുംബമായി പോകണം. മനസ്സിലാവുന്നുണ്ടോ? വായിച്ച റോമ 8:29. ഇത് ശ്രദ്ധിക്കാത്തവരാരും ഉണ്ടാകരുത്. എന്റെ നിങ്ങളുടെ ഭാവിയാ. വായിക്കേ, റോമ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്. ശ്രദ്ധിക്കുക, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ. ശ്രദ്ധിക്കുക, പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകണമെങ്കിൽ പുത്രൻ ആരുണ്ടാകണം? പറ. പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകണമെങ്കിൽ ശ്രദ്ധിക്കുക, പുത്രന് സഹോദരന്മാര് ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയാ. നമ്മൾ ഈ മനുഷ്യന്റെ ഉണ്ണിയിലിട്ട് അവസാനിപ്പിക്കരുത്. വചനം എന്തു പറയുന്നോ അതിന് ആമേൻ. അതിന്റെ ഇടത്തേക്കും പോകരുത്, വലത്തേക്കും പോകരുത്. എല്ലാവരും ഇൻവിറ്റേഷൻ കൊടുക്കുക. ഞാൻ ഈ പറയുന്നത് ബൈബിളിൽ ഇല്ലെങ്കിൽ എന്നെ തിരുത്തണമെങ്കിൽ എന്ന് ഇൻവിറ്റേഷൻ കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ പിൻബലം ഏതാ? ദൈവവചന. അതിനെ നമ്മൾ അടിസ്ഥാനം ഇടുന്നത്. വചനം വിട്ട് ഇടത്തോട്ട് മാറരുത്, വലത്തോട്ട് മാറരുത്. അനേക സഹോദരന്മാരിൽ ആദ്യജാതനായിട്ടില്ല, ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ രൂപം ഏതാണോ അതേപോലെ നമ്മളുമായി തീരാൻ ഇതാ പിതാവ് സൈൻ ചെയ്ത് പുറത്തേക്ക് കിട്ടും. അപ്പോയിന്റ്മെന്റ് ഓർഡർ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ദൈവം പണിതാലേ പണി നടക്കൂ. യഹോവ പണിതല്ലാതെ പണിതിട്ട് പണിക്കാർ പണിതിട്ട് ഒരു കാര്യവും. ഇതിൽ പണിതോ, കാരണം ഇത് ആത്മമണ്ഡലത്തിൽ പണി പൂർത്തിയായി കിടക്കുന്ന സാധനമാണ്. ഇതിൽ പണിതോ നമുക്ക് റിസൾട്ട് വരും. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ പുത്രൻ ആരായിരുന്നു അറിയാമോ? ദേവദാസനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതന. പക്ഷെ ഇപ്പൊ പറയുന്നു, ഇവിടെ പറയുന്നു, ആ ഏകജാതൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകണം. ആരുടെ ആഗ്രഹം ഇത്? പിതാവിന്റെ ആഗ്രഹം. ഇതിനെതിർ നിൽക്കുന്നവൻ ആരാ? ഒന്നില്ലെങ്കിൽ ശത്രു, അല്ലെങ്കിൽ അറിവില്ലാത്തവൻ. നമ്മളാരും ദൈവത്തിന്റെ ശത്രുക്കളല്ല, പക്ഷെ നമുക്ക് അറിവില്ല. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യങ്ങളെ സ്വതന്ത്രമാക്കും. ഇതിന് തടസ്സം നിൽക്കരുത്. ദൈവത്തിന്റെ ആഗ്രഹമാണ് തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജനാകേണ്ടതിന്, ആയിട്ടില്ല, ആകേണ്ടതിന്. ഏകജാതനായി കഴിയുമ്പോ ശ്രദ്ധിച്ചു കേട്ടോണം, ഏകജാതനായി കഴിയുമ്പോ അപ്പന്റെ സകലത്തിലെ അവകാശി ആരാ? ഏകജാതനാണ്. അതുകൊണ്ട് യേശുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് പറയാ, പിതാവിന്റെ സകലത്തിലെ അവകാശിയാണ്, സൃഷ്ടിപ്പിൽ മുഖാന്തരമാണ്. ഈ പുത്രന്റെ പേരാണ് വചനം. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവപുത്രൻ ഉണ്ടായിരുന്നു. ദൈവപുത്രൻ ദൈവത്തോട് കൂടെയായിരുന്നു. ദി ഗോഡ്
ഇംഗ്ലീഷ് പരിശോധിക്കുമ്പോൾ അതിന്റെ ഹെബ്രായത്തിൽ പരിശോധിച്ചോളാം. രണ്ടാമത്തെ ഗോഡിന് ദി ഗോഡ് എന്ന ദി ഗോഡിനോട് കൂടെയായിരുന്നു. മനസ്സിലായോ? യേശു, അതായത് ക്രിസ്തു എന്ന വചനമാകുന്ന ദൈവപുത്രൻ, ദി ഗോഡ് മീൻസ് പിതാവായ ദൈവത്തോട് കൂടെ ആയിരുന്നു. ദൈവപുത്രൻ, വചനം ദൈവമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇറ്റ്സ് ആൻ എക്സിസ്റ്റൻസ്, ഇറ്റ്സ് എ ഫോം ഓഫ് ലൈഫ്, ഇതൊരു അസ്തിത്വമാണ്. മനുഷ്യൻ ഒരു അസ്തിത്വമായിരിക്കുന്നത് പോലെ തന്നെ ദൈവം ഒരു അസ്തിത്വമാണ്. ഈ ദൈവപുത്രനും ദൈവം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി സ്വർഗസ്ഥ പിതാവിന്, ശ്രദ്ധിച്ചു കേട്ടോളണം, ഇവിടെ എന്നെ കൂടെ തെറ്റാനൊരു വഴിയുണ്ട്. സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിലൂടെ ജനിക്കുന്ന എല്ലാവരും ദൈവപുത്രന്മാരാണ്. ശ്രദ്ധിച്ചു കേട്ടോളണം, എല്ലാവരും ദൈവപുത്രന്മാരാ. ഒരാടിന് വേറൊരു ആടിലൂടെ ജനിക്കുന്ന എത്ര എണ്ണം ആടായിരിക്കും, എത്ര എണ്ണം പൂച്ചയായിരിക്കും? എല്ലാടായിരിക്കും അല്ലെ? അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥ പിതാവ് എന്ന ദൈവത്തിന് തന്റെ പുത്രനായ ദൈവത്തിലൂടെ ജനിക്കുന്ന എല്ലാ മക്കളും ആര് തന്നെയാ? ദൈവങ്ങൾ തന്നെയാ. പക്ഷെ ഇവരാരും അത്യുന്നതനായ ദൈവമല്ല. അത്യുന്നതനായ ദൈവം ഒരേ ഒരാളേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഇതാ യേശു പറയുന്നത്, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് പറ്റി? കൺഫ്യൂഷൻ. അതുകൊണ്ട് റിസൾട്ട് ഇല്ല. ദൈവത്തിന്റെ മെത്തേഡ് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ മെത്തേഡ് ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്, ഒരു ഡെലിഗേറ്റഡ് അതോറിറ്റി ഉണ്ട് പ്രവർത്തിക്കാൻ. ശ്രദ്ധിക്കുക, സ്ട്രക്ചർ. ആ സ്ട്രക്ചറാണ് ഹെഡ് ആൻഡ് ബോഡി സ്ട്രക്ചർ. അതിന്റെ ഓർഡറാണ് ഹെഡ് ടു ബോഡി. ഹെഡിൽ നിന്ന് ബോഡിയിലേക്ക് വേണം പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ. ഇനി അത് ഡെലിഗേറ്റഡ് അതോറിറ്റി പ്രവർത്തനമാണ്. ഹെഡിൽ നിന്ന് ബോഡിയിലേക്ക് പ്രവർത്തനം നടക്കും. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സർവത്തിന്റെ ഉടമസ്ഥൻ സ്വർഗസ്ഥ പിതാവാണ്. സ്വർഗസ്ഥ പിതാവ് സകലതും എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഡെലിഗേറ്റഡ് അതോറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഞാനാണ് ബോഡി, തല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് യേശു പറയാണ് നമ്മളോട്, നമ്മൾ യേശുവിന്റെ ബോഡിയാ. എന്നെ എന്റെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും ഏൽപ്പിക്കുന്നു. കണ്ടോ? ഡെലിഗേറ്റഡ് അതോറിറ്റി. ഇതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. എന്നാൽ പൈശാചിക രാജ്യം അങ്ങനെയല്ല. സ്ട്രക്ചർ, ഓർഡർ, ഡെലിഗേറ്റഡ് അതോറിറ്റി അല്ല. പൈശാചിക രാജ്യം കൺഫ്യൂഷൻ, ഡിസോർഡർ ആൻഡ് കയോസ്. ഹല്ലേലൂയ. കൺഫ്യൂഷൻ കൊണ്ടുവരും. തെറ്റായി കാര്യങ്ങളെ മനസ്സിലാക്കി അതൊരു കൺഫ്യൂഷനായി. ഹല്ലേലൂയ. പിന്നെ ഡിസോർഡറായി. മൊത്തം ഓർഡർലെസ് ആണ്. മൊത്തം ഓർഡർലെസ് ആണ്. ഇത് നമ്മുടെ ക്രിസ്തീയ സഭ നോക്കി, കാണുന്നവനൊക്കെ പാസ്റ്റർ, വാലെടുത്തവനൊക്കെ വെളിച്ചപ്പാട്, കൂട്ടയടിയെ, അവിടെ ഇങ്ങോട്ടടി, ഇവിടെ നിന്ന് അങ്ങോട്ടടി, തോന്നിയവനൊക്കെ ഒക്കെ പാസ്റ്റർ ആകുക. എല്ലാം ഡിസോർഡറായി അല്ലെ? എല്ലാം ഡിസോർഡറായി. സോഷ്യൽ മീഡിയ കിടന്ന് ക്രിസ്തുവിന്റെ നാമം നാറ്റിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന്. എല്ലാം ഡിസോർഡറാ. അവസാനമൊക്കെ നാശം. ഇങ്ങനെയാണ് പിശാചുവായത്. ഹല്ലേലൂയ. ദൈവത്തിനൊക്കെ ഓർഡറുണ്ട്. ഹല്ലേലൂയ. ആ ഓർഡർ തെറ്റി ഒന്നും ചെയ്യത്തില്ല. അതാ യേശു പറഞ്ഞത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വായിച്ച 5:19, യോഹന്നാൻ 5:19 നിങ്ങൾക്ക് കാണാം, 30 കാണാം. പിന്നെ പല ഭാഗങ്ങളിൽ ഇത് ആവർത്തിച്ച് യേശു പറയുന്നുണ്ട്. ആ വേർഡ് നിങ്ങൾ ചോദിക്കണം. ഒഡേസ് എന്ന് പറഞ്ഞൊരു വേർഡാ. നോട്ട് ഈവൻ എ സിംഗിൾ തിങ്. ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വായിക്കേ. യോഹന്നാൻ 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞേ, എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇതാണ് പുത്രൻ. കാരണം പുത്രന്റെ പ്രവർത്തനം ത്രിയേകമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് അങ്ങനെയല്ല, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുകയാണ്. ഇതല്ലേ സ്വർഗസ്ഥ പിതാവ് പറയുന്നത്, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. എന്നാൽ ദൈവപുത്രൻ അങ്ങനെയല്ല, ത്രിയേക പ്രവർത്തനമാണ്. ഹല്ലേലൂയ. പിതാവിൽ നിന്ന് തന്റെ ആത്മാവിലൂടെ ആരംഭിച്ച് പ്രവർത്തിക്കണം. ഇതാണ് നമ്മുടെയും പ്രവർത്തനം. ആ പുത്രനോട് അനുരൂപമാകാൻ നമ്മളെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ച ജെറമ്യ 32:27. ജെറമ്യ 32:27. അതിനുശേഷം യെശയ്യാ 46:10. ജെറമ്യ 32:27. 32:27.
ഞാൻ സർവ്വജഡത്തിന്റെ ദൈവമായ യഹോവയിലെയോ ഞാൻ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഞാൻ സകലജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. കേട്ടോ, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. യഹോവയാണ് സ്വർഗ്ഗസ്ഥ പിതാവ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യം, ഒരു കാര്യം പോലും ഇല്ലെന്ന്. പക്ഷെ യേശു മറുഭാഗത്ത് പറയുകയാണ്, എനിക്ക് സ്വയമേ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അപ്പനും മോനും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. അപ്പൻ സകലത്തിന്റെ ഉടമസ്ഥനാണ്, പുത്രൻ സകലത്തിന് മുഖാന്തരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉടമസ്ഥൻ മുഖേനയാണ് സകലം സൃഷ്ടിച്ചതും പരിപാലിച്ചതും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരു വീട്ടിലെ ഭൂമിയിൽ മനസ്സിലാകാൻ, ഒരു പിതാവും മാതാവും പോലെ. പിതാവാണ് ഇത് നിഴൽ കുടുംബം, ഭൂമിയിലെ കാരണഭൂതൻ. മാതാവാണ് മുഖാന്തരം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. പിതാവ് മാതാവ് മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു, മാതാവ് മുഖാന്തരം സകലതും പരിപാലിക്കുന്നു. ഇതാ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം സകലതും സൃഷ്ടിച്ചിരിക്കുന്നു, ക്രിസ്തു മുഖാന്തരം സകലതും പരിപാലിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി ആ കുടുംബത്തിലേക്ക് സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിൽ ജനിച്ച മക്കളായി നമ്മളെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി വിളിച്ചിരിക്കുക. പിടുത്തം കിട്ടിയ? അങ്ങനെ നമ്മളും ആ കുടുംബത്തിലേക്കുള്ള യാത്രയിലാണ്. 46:10 വായിച്ച്. യേശയ്യാ 46:10. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യങ്ങളൊക്കെയും അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെ കുറിച്ച് പറയുകയാണ്. ആരംഭത്തിൽ തന്നെ അവസാനം ഡിക്ലെയർ ചെയ്യും, ഞാൻ എന്റെ ആലോചന മുഴുവൻ ചെയ്യും, എന്റെ ഇഷ്ടം നിവൃത്തീകരിക്കും. ആരോട് ചോദിക്കത്തില്ല. ഈ ഇദ്ദേഹത്തിന് വേറൊരു പേരിടാമോ ബൈബിൾ ഇട്ടിരിക്കുന്നത്? ധന്യനായ ഏകാധിപതി, ഞാൻ എന്റെ ഇഷ്ടമൊക്കെ നിവർത്തിക്കും, എന്റെ ആലോചനയൊക്കെ നിവർത്തിക്കും. അപ്പൊ മറുഭാഗത്ത് യേശു എന്നാ പറയണേ? ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് പ്രവർത്തനത്തിൽ നമ്മളെ സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാൻ വിളിച്ചിട്ടില്ല. നമ്മളെ വിളിച്ചത് ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആകാൻ വിളിച്ചത്. മനസ്സിലായോ? അപ്പൊ ആദ്യം തന്നെ പാറ്റേൺ ക്ലിയർ ചെയ്യണം. പാറ്റേൺ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ യേശുവെ പോലെയാകാൻ പിതാവ് മുൻ നിയമിച്ചു എന്ന് മനസ്സിലാക്കി അതിന്റെ മെത്തേഡ് മനസ്സിലാക്കണം. പിടുത്തം കിട്ടിയ? അതിന്റെ മെത്തേഡ് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ദേവദാസന്മാർ ഇത് യൂട്യൂബിലൊക്കെ കാണും, ഫേസ്ബുക്കിൽ കാണും, വീണ്ടും വീണ്ടും കേൾക്കുക. മുട്ടുമേൽ നിന്ന് അനേക കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റിട്രീറ്റിന് ഒന്ന് വരിക. എല്ലാ മാസവും 6 ദിവസം 7 ദിവസം റിട്രീറ്റ് ഉണ്ട്. അവസാനം 26 ദിവസം സ്നാനവും 26 ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടും. ആ 7 ദിവസം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാം, പൈസ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. ഫുൾ നല്ല ചാപ്പാട്, താമസം ഒക്കെ അവിടെ ഉണ്ട്. വരിക, അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ച ആളുകളുടെ അടുക്കിലേക്ക് പോ, ബൈബിൾ നോക്കി ഉറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കുക, റിസൾട്ട് വരും. ഹല്ലേലൂയ. കാരണം ടെക്നോളജി ഇല്ലാതാണ് റിസൾട്ട് വരുന്നതിന്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ കാറ് ഒന്ന് പെട്രോൾ അടിച്ച് അത് പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ പോവായിരുന്നു. പക്ഷെ ഇതാ നാട്ടുകാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് നാട്ടുകാർ എന്ത് ചെയ്യുന്നറിയാമോ? രാവിലെ എല്ലാവരും വരും, അവരെല്ലാവരും സ്തോത്രം പറഞ്ഞ് വണ്ടി ഉന്തും. അങ്ങനെ വണ്ടി ഉന്തി ഒരു 100 മീറ്റർ ഒരാഴ്ച കൊണ്ടാക്കി. അടുത്ത ആഴ്ച വീണ്ടും സ്തോത്രം പറഞ്ഞ് ഉന്തി അടുത്ത 100 മീറ്റർ ആക്കി. എന്റെ പൊന്നു മക്കളെ, അതിന്റെ ആ ഇൻസ്ട്രക്ഷൻ ഒന്ന് മനസ്സിലാക്കി. ഇതിന് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്താൽ അത് എന്തിനാ? അതങ്ങ് പൊക്കോളൂലേ ഈ നിമിഷം സമയം കൊണ്ട്. അത് ഇവിടെ നിന്ന് ഇതാ പെരുമ്പാവൂരും പിന്നെ തൃശ്ശൂരും പാലക്കാടൊക്കെ ചെല്ലും. എന്തിനാ ഈ ടെക്നോളജി മാറി വർക്ക് ചെയ്തോണ്ടിരിക്കണേ? മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മൾ 3 ക്രിസ്തുസ്തുതി പാടിയെന്നുള്ളത് ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതാ ക്രിസ്തു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞത് കൊണ്ടത് നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറത്തില്ല. നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ, സംഭവം ശരിയാ, പക്ഷെ സ്വർഗ്ഗത്തിൽ കയറൂല. കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനി ഞാൻ വേറെ കാര്യം പറയാം, സമയം കുറവല്ലേ ഉള്ളൂ. ഈ ഇരിക്കണതൊന്നും ഉണ്ടല്ലോ, ഈ ഇരിക്കണതൊന്നും വിഷമം ഉണ്ടാകരുത്. പറഞ്ഞോട്ടെ, സ്വർഗ്ഗത്തിൽ കയറൂല. ഞാൻ പറഞ്ഞില്ലേ, ചിരിക്കുണ്ടെങ്കിലും വിഷമം വന്നില്ലേ? ഇതൊക്കെ സെമിത്തേരി പോകുള്ളൂ. കാരണം ഈ ഇരിക്കുന്നതിനല്ല വിളി, ഇതിന്റെ ഉള്ളിലുള്ളതിനാ വിളി. മനസ്സിലായോ? ഈ ഇരിക്കുന്നതിനല്ല വിളി, ഇതിന്റെ ഉള്ളിലുള്ളതിനാ വിളി. നിങ്ങൾക്കറിയാമോ, ഈ ഇരിക്കണം മുഴുവൻ ചേട്ടായിയാ. ചേട്ടായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ധൂർത്തപുത്രന്റെ കഥയിലെ
ഒരപ്പന് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. അതിന് മൂത്തവനായിരിക്കണം മൊത്തം. ഈ കഥയിലെ അവസാനം നിങ്ങൾക്ക് അറിയാമോ? മൂത്തവൻ വീടിന്റെ വെളിയില്ല. സുഹൃത്തുക്കളെ കഥ വായിച്ചിട്ടുണ്ടോ? മൂത്തവൻ അത്രയും നാൾ വീട്ടിലുണ്ടായിരുന്നു. കഥ അവസാനിച്ചപ്പോ മൂത്തവൻ എവിടെ പോയെന്നറിയാമോ? വീടിന് വെളിയില്. ഈ ഇളയവൻ എവിടെ കയറിയെന്നറിയാമോ? അത്രയും നാൾ വീടിന് വെളിയിലായിരുന്നു. പക്ഷെ ഇളയവൻ അവസാനം എന്തെന്നറിയാമോ? വീടിന്റെ അകത്ത് കയറി. അവനാണ് വിളിയുള്ളത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരൻ അവനാ. മൂത്തവൻ അവൻ വേറെ ആരുമല്ല. ഒന്നാമത്തേത് പ്രാകൃതമാണ്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒരപ്പന് 2 മക്കളാ അവിടെ കാണിച്ചേക്കണേ. ഒരപ്പന് 2 മക്കൾ. ഈ 2 മക്കൾ തുടക്കത്തിൽ 2 പേരും വീട്ടിലായിരുന്നു അല്ലേ? ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോ നോക്കിയേ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ 2 അസ്തിത്വമുണ്ട് മനുഷ്യൻ അവിടെ. ശ്രദ്ധിച്ചറിയാം, 2 അസ്തിത്വമുണ്ട്, 2 ജീവനും ഉണ്ട്. 2 അസ്തിത്വമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ചേട്ടനും ഉണ്ട്, അനിയനും ഉണ്ട്. ചേട്ടനെയാണ് ദൈവം ആദ്യം ഉണ്ടാക്കിയത്. അതാണ് മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ. രണ്ടാമത് ദൈവം അടുത്ത ജീവനെ കൊടുത്തു. അതാണ് സ്വർഗീയൻ. ശ്രദ്ധിച്ചാലറിയാം. അതുകൊണ്ടാണ് ഒരപ്പന് 2 മക്കളെന്ന് പറയുന്നത്, ചേട്ടനും അനിയനും. വായിച്ചാട്ട് ഉൽപ്പത്തി 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. ശ്രദ്ധിച്ചേ, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് കഴിഞ്ഞു. മനുഷ്യന്റെ നിർമ്മിതി കഴിഞ്ഞു. ചേട്ടായി റെഡി. മൂത്തവൻ റെഡി. ആദ്യം വന്നതിനല്ലേ മൂത്തവൻ എന്ന് പറയണേ അല്ലേ? മൂത്തവൻ റെഡി. മനുഷ്യനെ നിർമ്മിച്ചു. മനുഷ്യന്റെ പരിപാടി കഴിഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യന്റെ പരിപാടി കഴിഞ്ഞു. അവനുള്ള ജീവൻ നിലത്തെ പൊടി കൊണ്ടോ ഉണ്ടാക്കിയല്ലേ? ഇതാണ് പൊടിയിലേക്ക് മടങ്ങുന്ന മനുഷ്യൻ. ഇവിടുത്തെ കിട്ടിയ പൊടിയിലേക്ക് മടങ്ങുന്ന മനുഷ്യൻ. അവൻ പൊടിയാണ്. നീ പൊടിയിലേക്ക് മടങ്ങും. ഹല്ലേലൂയ. ഇനി അത് ഭൂമിയുടെ പാട്ടാ. ഇനി അനിയൻ എവിടെ നിന്ന് വരാൻ പോണെന്ന് അറിയാമോ? സ്വർഗത്തിൽ നിന്നാണ്. അനിയൻ വരാൻ പോണത് സ്വർഗത്തിൽ നിന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഉള്ളിൽ നിന്നാണ് വരാൻ പോണേ. ചേട്ടൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. മനസ്സിലാവുന്നുണ്ടോ? അനിയൻ വരാൻ പോകുന്നത് സ്വർഗത്തിൽ നിന്നാണ്. എങ്ങനെ അനിയനെ ഉണ്ടാക്കിയെന്ന് വായിച്ച്. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അടുത്ത സെക്ഷനിലേക്ക് കയറുകയാ അനിയൻ. ഊതിക്ക്. നിങ്ങളെ കൈ മുമ്പിൽ വെച്ചേ, ഇത് ഊതിയില്ലേ? ഈ കാറ്റ് എവിടെ നിന്നാ വന്നേ? നിങ്ങളുടെ ഉള്ളിൽ നിന്നല്ലേ വന്നേ. അപ്പൊ ദൈവം ഊതിയപ്പോ ആ കാറ്റ് അല്ലെങ്കിൽ ആ സ്പിരിറ്റ് എവിടെ നിന്നാ വന്നേ? ദൈവത്തിന്റെ ഉള്ളിൽ നിന്നല്ലേ. അപ്പൊ അത് ആരുടെ പാട്ടാ? ദൈവത്തിന്റെ പാട്ടാ. മറ്റതാരുടെ പാട്ടാ? മണ്ണിന്റെ പാട്ട്. മനസ്സിലായോ? അപ്പൊ മണ്ണിന്റെ പാട്ടിൽ നിന്ന് ഒരു ജീവൻ ചേട്ടൻ, ദൈവത്തിന്റെ പാട്ടിൽ നിന്ന് അടുത്ത ജീവൻ അനിയൻ. മനസ്സിലായോ? ചേട്ടൻ ഭൗതികൻ, അനിയൻ സ്വർഗീയൻ. ഹല്ലേലൂയ. ഭൗമികനും സ്വർഗീയനും കൂടെ ഒരുമിച്ച് സോളിലേക്ക് ഇങ്ങനെ ചേർന്നു. സോള് അതാണ് സൂക്കെ എന്ന് പറയും. 2 ലൈഫാണ്. ഭൗമികന്റെ ലൈഫ് ബയോളജിക്കൽ ലൈഫ്. ആത്മീയന്റെ ലൈഫ് ദൈവികം, ദൈവത്തിന്റെ ജീവൻ. അതാണ് നിത്യജീവനായിട്ട് പറയുന്നത്. ഇതൊക്കെ ഗ്രീക്ക് വേർഡുകളാ. അപ്പോ ഇത് 2 കൂടി ചേർന്നു. ഇനി ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം പറയുന്നു, നന്മ തിന്മകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഫലം തിന്നുന്ന നാൾ നീ മരിക്കും. ആദം മരിച്ചായിരുന്നോ ഫലം കഴിച്ചപ്പോ? ഇല്ല. മരിച്ചായിരുന്നോ? 2 അഭിപ്രായം അല്ലേ? ചിലര് മരിച്ചെന്നും പറയുന്നു, ചിലര് മരിച്ചില്ലെന്നും പറയുന്നു. നിങ്ങൾ 2 പേരും പറഞ്ഞ ശരിയാട്ടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മരിച്ചില്ലെന്നവര് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജയിക്കുള്ളൂ. കാരണം ഏതെങ്കിലും ശവസംസ്കാര ശുശ്രൂഷ ഉണ്ടായോ? ഇല്ല. അപ്പൊ പിന്നെ മരിച്ചെന്ന് പറയുന്നത് എങ്ങനെയാ? അവിടെ ചേട്ടായി മരിച്ചില്ല, ചേട്ടായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരാ മരിച്ചേ? അനിയനാ മരിച്ചേ. മനസ്സിലായോ? അതുകൊണ്ടാ ദൈവം പറഞ്ഞത്, എന്റെ മകൻ മരിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നൃത്തത്തിന്റെ കഥയില്? എന്റെ മകൻ. ആരുടെ മകൻ?
എന്റെ ഉള്ളിൽ നിന്ന് പോയ ഈ എന്റെ മകൻ മരിച്ചു. അപ്പോൾ ആരവിടെയുണ്ട്? ചേട്ടായി അവിടെയുണ്ട്, ചേട്ടായി അവിടെയുണ്ട്, ഭൂമിയിൽ നിന്നുള്ള അവിടെയുണ്ട്. എന്റെ മകനെ മരിച്ചുപോയെ, എന്റെ മകൻ മരിച്ചു, അനിയൻ മരിച്ചു, ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? അനിയൻ മരിച്ചു, അനിയൻ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ! എന്റെ മകൻ മരിച്ചു. ഹല്ലേലൂയ! ചേട്ടായി അവിടെ തന്നെ ഉണ്ട്. ചേട്ടായി അപ്പനെയൊക്കെ ചുറ്റിപ്പറ്റി അവിടെയൊക്കെ വേലയിലൊക്കെയാ. മൊത്തം ചേട്ടായി എപ്പോഴും വയലില്ല. ചേട്ടായി എപ്പോഴും ഞായറാഴ്ച തന്നെ 2 മണിക്കൂർ കഷ്ടപ്പെട്ട ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണേ. അതും പാസ്റ്റർ എത്ര പ്രാവശ്യം വിളിച്ചതാ, അതുകൊണ്ട് തന്നെ പോയില്ലെങ്കിൽ പിന്നെ. ചേട്ടായി അല്ലാത്ത സമയത്തൊക്കെയാ വയലില്ല. തിരക്ക് വയലില്ല. അനിയൻ വന്ന് വീടിനകത്ത് കയറിയപ്പോൾ ചേട്ടായി വയലില്ല. ചേട്ടായി അങ്ങനെ വയലിൽ കിടന്ന് അധ്വാനിക്കുക, വയലിൽ കിടന്ന് അധ്വാനിക്കുക. അപ്പം വേറൊന്ന് പറയുന്നുണ്ട്, അവസാനം ചേട്ടായിയുടെ എല്ലാം നഷ്ടപ്പെടും. ചേട്ടായിയാണ് ജഡരക്തം. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ. കർത്താവ് വളരെ വ്യക്തമായിട്ട് 15:50 പറഞ്ഞു, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അത്രയും നാളും ചേട്ടായിക്ക് പലതും അനുഭവിച്ച് ആരാധിച്ചാ കിട്ടും അന്നവസ്ത്രാദി സർവ നന്മകൾ ഒക്കെ പാടി ജഡത്തിന്റെ മുകളിൽ ഇടാം. അന്നോ കഴിക്കാം, വസ്ത്രം ഇടാം, ഇല്ലേ, മറ്റു നന്മകൾ ഈ ജഡത്തെ അലങ്കരിക്കാം. അത്രയും നാളും. ഇത് കഴിഞ്ഞാൽ ചേട്ടായിയെ മൊത്തം ഈ മണ്ണിലേക്ക് മാറ്റും. അതുകൊണ്ട് ആദ്യം പറഞ്ഞ്, നിങ്ങൾ ആരും ഈ ഇരിക്കുന്നത് ചേട്ടായിമാരാരും അകത്ത് കയറത്തില്ല. പക്ഷെ ഇതിന്റെ ഉള്ളില് നിങ്ങളുടെ സോളിന് സ്വർഗീയ വിളിയുണ്ട്. പക്ഷെ സോൾ ആരോട് ചേരണം? ചേട്ടായിയോട് ചേരരുത്, ശരീരത്തോട് ചേരരുത്. ഇൻവിറ്റേഷൻ കിട്ടിയ അനിയനകത്തുണ്ട്. അനിയൻ ആ സ്വർഗീയ വിളിയിൽ അവകാശിയാണ്. അതിനോട് ആര് ചേരണം? സോളായ സൂഖയായ നമ്മൾ ചേരണം. അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത്, ഇനി പഴയ സൃഷ്ടിയിലെ അഗ്രചർമ്മവും അല്ല, പരിച്ഛേദനവും അല്ല, വെള്ളയുടുപ്പും അല്ല, അത് ഞാൻ കൂട്ടിച്ചേർത്തത് അമീശ പഠിക്കലും അല്ല, പുതിയ സൃഷ്ടി. അത്രേ കാര്യം പിടുത്തം കിട്ടിയ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിൻ വംശം, ദൈവവംശം. മനസ്സിലായോ? അതിൽ ഞാനും നിങ്ങളും മനുഷ്യമക്കളല്ല, ദൈവമക്കളാ. ഈ ഭൂമിയിൽ ജനിച്ചപ്പോ ചേട്ടായി ഇനത്തിലാ ജനിച്ച മനുഷ്യമക്കൾ, ജഡരക്തങ്ങൾ, സ്ത്രീയുടെ സന്തതി. എന്നാൽ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോ നാം വീണ്ടും ജനിച്ചു. ആര്? അനിയൻ വീണ്ടും ജനിച്ചു. ദൈവത്തിന് മരിച്ച മകൻ വീണ്ടും ജനിച്ചു. എവിടെ? ഉൾത്തളത്തിൽ, ആത്മമണ്ഡലത്തിൽ. നേരത്തെ മരിച്ചെന്ന് പറഞ്ഞില്ലേ? മരിച്ചവൻ വീണ്ടും ജനിച്ചു. ആരുടെ ഉള്ളിൽ? ചേട്ടായിയുടെ ഉള്ളിൽ. ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ടാ ദൈവവചനം പറയുന്നത്, നിന്റെ മഹത്വത്തിന്റെ പ്രത്യാശ ഉണ്ടല്ലോ, നിന്റെ മഹത്വത്തിനൊരു പ്രത്യാശ ഉണ്ടല്ലോ, ആ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നു. നിന്റെ ഉള്ളിലുണ്ട്. ആരുടെ ഉള്ളിൽ? ചേട്ടായിയുടെ ഉള്ളില് ക്രിസ്തു വസിക്കുന്നുണ്ടെന്ന്, അനിയനുണ്ടെന്ന്. ഹല്ലേലൂയ! ഇത് എന്ത് ചെയ്യണോ? പഴയ മനുഷ്യനെ നീ വിട്ടിട്ട് പുതിയതിനോട് ചേരണം. വീണ്ടും ജനിച്ചതിനോട് ചേരുമ്പോ വീണ്ടും ജനിച്ചതിനാണ് അവകാശം. ഇതുകൊണ്ടാണ് അവകാശം ആർക്കാന്നറിയാമോ? മക്കൾക്കാ. അതുപോലും അറിയത്തില്ലയോ? കൂലി ആർക്കാ? ദാസന്മാർക്കാ. കർത്താവിന്റെ വചനം യോഹന്നാൻ 8:34 ഞാൻ ചിന്തിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, 34 താഴേക്ക്, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല. അവന് വന്ന് പണിയെടുത്ത്, എന്തുണ്ട് ആന്റി, ചേച്ചി കഞ്ഞിയുണ്ടോ, ആച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ച് വൈകുന്നേരം അപ്പൊ വീട്ടില് പോകും. ദാസനാ. പക്ഷെ മകൻ അങ്ങനെയല്ല. മകൻ അവകാശിയാണ്, അവൻ വീട്ടിൽ വസിക്കും. മനസ്സിലായോ? ഈ പുറമേയുള്ളവൻ ദാസവേല ചെയ്യാം. ഹല്ലേലൂയ! അകമയുള്ളവൻ മകനാ. ഒന്ന് വായിച്ചേ, സിസ്റ്റർ ഒന്ന് വായിച്ചേ.
യോഹന്നാൻ 8:34. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. നിങ്ങൾക്ക് ആരാണോ ചിന്തിച്ചോ? ഹല്ലേലൂയ. പഴയ ഉടമ്പടിയിൽ മുഴുവൻ ശ്രദ്ധിച്ചോട്ടോ, ഇവൻ മാത്രമേ ഉള്ളൂ ദാസൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദാസന്റെ കണ്ണ് യജമാനന്റെ അടുക്കിലേക്ക് എന്നതുപോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ അടുക്കിലേക്ക് എന്നതുപോലെ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോഴോ മകനായി. കർത്താവ് യേശു പറയാൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പേൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ യജമാനനെ എന്നല്ല, ഞങ്ങളുടെ പിതാവേ. വേണ്ടത് സംഭവം അറിയണ്ടോ? സംഭവം അറിയണ്ടോ? ഞങ്ങളുടെ പിതാവേ. രംഗം മാറി. ദാസന്റെ പദ്ധതി എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു പീരീഡ് വരെ കീപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ ദൈവം ചെയ്തത്. അവന് അവകാശമില്ല, അവന് കൂലിയേ ഉള്ളൂ. പക്ഷെ ഇപ്പുറത്തെ അവകാശമാണ്, മകന് അവകാശമാണ്. ഇനി ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു എന്ന ഏക അവകാശിയെ പ്രപഞ്ച സൃഷ്ടിപ്പിൽ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ. അതാണ് ഹെബ്രായ ലേഖനം 1:2 പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിപ്പിൽ യേശു ക്രിസ്തു എന്ന ഏകജാതൻ ഒരേ ഒരു അവകാശി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് സ്ഥിതി അതല്ല. വായിക്കാം അതിന്റെ 1:2. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കുക. പുത്രൻ മുഖാന്തരം, പുത്രന്റെ പേരാണ് വചനം. വചനം മുഖാന്തരം ലോകത്തെ ഉളവാക്കി, അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഞാനായിട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ, ബൈബിൾ അങ്ങനെ ഉള്ളതല്ലേ. അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അപ്പൊ ദൈവത്തിനുള്ള സകലത്തിന് അവകാശി ആരാ? ദൈവത്തിനായ ക്രിസ്തു. അപ്പോ ആ സമയത്ത് ദൈവത്തിന് വചനം പറയും, ഏകജാതനേ ഉള്ളൂ, ഏകജാതൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ റോമ 8:29 പറയാം, തന്റെ പുത്രനായ ക്രിസ്തു ഏകജാതൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമായി മുൻ നിയമിച്ചു. അങ്ങനെ ക്രിസ്തുവിന് സഹോദരങ്ങൾ ഉണ്ടായാൽ ഈ അവകാശത്തിന് എന്തു പറ്റും? നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയാം, പറഞ്ഞു തരാം. അവകാശം കൂട്ടവകാശമായി മാറും. മനസ്സിലായോ? അതാണ് റോമ 8:17 പറയുന്നത്. നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ട അവകാശികളുമായിരിക്കും. വായിച്ചു. നാം ദൈവമക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൻ കൂട്ടവകാശികളും തന്നെ. എനിക്കറിയാം, ഇത് ലോകത്തിലെങ്ങും ആർക്കും വായിക്കാനുള്ള ആംബിയറില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പദ്ധതി മറയ്ക്കുകയാണ് പിശാചിന്റെ പദ്ധതി. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നാം മക്കളെങ്കിൽ അവകാശികളുമാ. ക്രിസ്തുവിന്റെ അവകാശികളല്ല, അപ്പന്റെ ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികൾ. അങ്ങനെയെങ്കിൽ ഈ അവകാശത്തിലേക്ക് വന്നെങ്കിൽ നാം ഏത് വർഗത്തിലേക്ക് എത്തി? ദൈവവംശത്തിലേക്ക് എത്തി. മനസ്സിലാവുന്നുണ്ടോ? ദൈവ മക്കളായി തീരാൻ നമ്മളെ വിളിച്ചിരിക്കുക. ഇതാണ് യോഹന്നാൻ 1:12. എന്താ യോഹന്നാൻ 1:12 നിങ്ങൾക്ക് അറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അവനെ കൈക്കൊണ്ട്, അത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആരെ? ഏവരെ? പൂച്ചക്കുട്ടികളാണോ? ആട്ടുകുട്ടികളാണോ? മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ജനിച്ചപ്പോ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു, പക്ഷെ ഇവിടുന്ന് പോകുമ്പോ ദൈവത്തിന്റെ സന്തതിയായി പോകാം. സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത കണ്ടോ? ഇവിടുന്ന് പോകുമ്പോ ദൈവത്തിന്റെ സന്തതിയായി പോകാം, ദൈവത്തിന്റെ സന്തതിയായി ഇവിടുന്ന് പോകാം. ഹല്ലേലൂയ. ഇവിടെ ജനിച്ചപ്പോ ആരുടെ കൂട്ടവകാശം കിട്ടിയേ? പറ. ഇവിടെ ജനിച്ചപ്പോ നിങ്ങൾക്ക് ആരുടെ കൂട്ടവകാശം കിട്ടിയേ? ക്രിസ്തുവിന്റെ ആണോ അതോ ഇവിടത്തെ ഏതെങ്കിലും ചാക്കോച്ചന്റെ മിനിയുടെ ഒക്കെ ആണോ? ഇവിടത്തെ ആരുടെയെങ്കിലും അല്ലെ, ആരുടെയെങ്കിലും അവകാശം കിട്ടിയല്ലേ? പക്ഷെ ഇവിടെ ദൈവത്തിന്റെ മക്കളായ ആരുടെ കൂട്ടവകാശം കിട്ടുന്നേ?
ക്രിസ്തുവിന്റെ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത്രമാത്രം വലിയൊരു വിളിയാണ് നമ്മളെ വിളിച്ചേക്കണം. ഹല്ലേലൂയ. ആ സമയത്ത് ഇതെന്ത് പറ്റുമെന്നറിയാമോ? ഇവൻ ഇവിടം കൊണ്ട് തീരും. ചേട്ടായി ഇവിടം കൊണ്ട് തീരും. ചേട്ടായിക്ക് ഒരു അവകാശവും ഇല്ല. ഉണ്ടായിരുന്നു. എപ്പോഴാണ് ചേട്ടായിയുടെ അവകാശം? ഇപ്പൊ വേണമെങ്കിൽ അവകാശമൊക്കെ എടുത്തോ. കുറച്ച് ലാൻഡ് വാങ്ങിക്കുകയോ കുറച്ച് പപ്പയുടെ അവിടെ കുറച്ച് അവകാശമൊക്കെ എല്ലാം ഇപ്പൊ കിട്ടുകയോ. പക്ഷെ ഈ അവകാശമൊക്കെ ചേട്ടായിക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? മരണദിനത്തോടുകൂടി ചേട്ടായി ഒറ്റ പൂജ്യമാകും. അതുകൊണ്ട് ഭൗതിക തലത്തിലുള്ളതെല്ലാം എന്ത് ചെയ്തോളണം? ആത്മമണ്ഡലത്തിലേക്ക് കൺവെർട്ട് ചെയ്തോളണം. ഇപ്പോഴത്തെ കിട്ടിയ ഹല്ലേലൂയ. ഇതാണ് യേശു എപ്പോഴും പറഞ്ഞു തരുന്നത്. ഇവിടെ ഉള്ളതെല്ലാം പോകും, നിങ്ങൾ എന്ത് ചെയ്തോളണം? ഇവിടുന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ നിക്ഷേപം ശേഖരിച്ചു കൊള്ളണം. മനസ്സിലായോ? ഒരു ധനവാൻ ഇങ്ങനെ കൂട്ടി 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 വെങ്ങനെ കണ്ടപ്പോ യേശു ക്രിസ്തു ചോദിച്ചൊരു ചോദ്യം, മൂട, ഇന്ന് രാത്രി നിന്റെ ചേട്ടായി അവസാനിച്ചാൽ, ചേട്ടായി എന്നല്ല യേശു പറഞ്ഞ, നിന്റെ ജീവനെ ഞാൻ ചോദിച്ചാൽ നീ കൂട്ടി വെച്ചതൊക്കെ ആർക്കാവും? വട്ടപൂജ്യമായില്ലേ? വട്ടപൂജ്യമാവും ചേട്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചേട്ടായില് അധികം അധ്വാനിക്കണ്ട. ചേട്ടായില് ഇവിടത്തെ കോളിങ് നിവർത്തിക്കാനുള്ളത് മാത്രം മതി. പക്ഷെ അനിയനെ അതിനോട് ചേർന്ന് അവൻ നിത്യനാ, അവൻ ദൈവപുത്രനാ. ചേട്ടായി മനുഷ്യപുത്രനാ, അനിയൻ ദൈവപുത്രനാ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചേട്ടായി സ്ത്രീയിൽ ജനിച്ചതാ, അനിയൻ ദൈവത്തിന് ജനിച്ചതാ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ അനിയനിൽ വളരുക, പുതിയ സൃഷ്ടിയിൽ വളരുക. ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി അഗ്രകർമ്മമല്ല, പരിച്ഛേദനമല്ല, ചേട്ടായിയുടെ മുകളിലെ പരിപാടികളല്ല, ഇനി പുതിയ സൃഷ്ടി. അതത്രേ കാര്യം. ഹല്ലേലൂയ. എന്റെ പ്രിയ മക്കളെ, എന്റെ സമയം അവസാനിച്ചത് കൊണ്ട് ഞാനും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇത് ശരിക്കും പറഞ്ഞ ദേവദാസന്മാർ അത് കേൾക്കണ്ടേ, പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോകാം. റിസൾട്ട് വരുന്ന വരവ് കാണാം. പിന്നെ നിങ്ങൾ ഐലൻഡ് ഓപ്പറേഷൻ അല്ല, ദ്വീപ് ഓപ്പറേഷൻ അല്ല, ഒറ്റയ്ക്കല്ല, നിങ്ങൾ അലയൻസിലേക്ക് വന്നു. അലയൻസിലേക്ക് ക്രിസ്തുവിലൂടെ പിതാവുമായി ഒന്നായി ഒരു ത്രിയേക പ്രവർത്തനം നിങ്ങൾ നടക്കാൻ തുടങ്ങും. നിങ്ങൾ ഭൂമിയിൽ ഒരു വണ്ടർ, ഒരു അത്ഭുതമായി തീരാൻ നിലയാകും. സ്വർഗത്തിലെ ദൈവം, നിങ്ങൾ എവിടെ നിന്നോ സ്വർഗത്തിലെ ദൈവം അവിടെ വെളിപ്പെടും. നിങ്ങളിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമാകും. ഈ ഭൂമിയിൽ നിങ്ങൾ ഉപ്പായിത്തീരും. ഈ ഇരുളടഞ്ഞ ലോകത്തിൽ നിങ്ങൾ വാ തുറന്നാൽ നിങ്ങൾ ഒരു പ്രകാശമായി മാറും. ഹല്ലേലൂയ. അത് നിങ്ങളിൽ നിന്നല്ല ആരംഭിക്കുന്നത്, സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ക്രിസ്തുവിലൂടെ നിങ്ങളിലൂടെ വെളിപ്പെടുകയാ. അങ്ങനെ സ്വർഗത്തിലെ ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതുപോലെ ക്രിസ്തുവിൽ ദൈവപുത്രനായ ദൈവപുത്രന്മാരെ നിങ്ങളിലൂടെ വെളിപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ മനുഷ്യരോട് കൂടിയാകും. അതിന്റെ പേര് ഇമ്മാനുവേൽ. സ്വർഗത്തിലെ ദൈവം മനുഷ്യരോടുകൂടെ ആ ക്രിസ്തുവിൽ നടന്നത് ക്രിസ്തുവിനെ പോലെ ആകാൻ എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മിലും നടന്നാൽ ആ ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ നടക്കും. അതാണ് പാട്ടിൽ പാടിയത്, ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോ സ്വർഗത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് എന്താണ്? ക്രിസ്തു സർവ്വഗോത്രത്തിലും വംശത്തിലും നിന്നുള്ളവരെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിനായി തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഇനി ക്രിസ്തു എന്താ ചെയ്യുന്നേ? ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ആ ക്രിസ്തു ചെയ്യണമെന്നറിയാമോ? നമ്മളെ തന്റെ സഭ എന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. ഫാക്ടറി എന്തിനാണെന്നറിയാമോ? ശുദ്ധീകരിക്കാനാ. ദൈവത്തിന് ഇഷ്ടമോ? നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ടതിനെ യേശു കർത്താവ് അവസാനം പിതാവിന്റെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഒടുക്കം രാജ്യം പിതാവിനെ, രാജ്യം വേറെ ആരുമല്ല, ഞാനും നിങ്ങളുമാണ്. ഹല്ലേലൂയ. അല്ലാതെ കഷ്ണം ഭൂമിയല്ല, നമ്മള് പിതാവിനെ ഏൽപ്പിക്കും. ഇത് നമ്മൾക്ക് സ്വന്തം രാജ്യക്കാരാ. എന്നാൽ സ്വന്തം രാജ്യക്കാരായി നമ്മളെ മാറ്റി ദൈവരാജ്യക്കാരാക്കി അലയൻസ് ഓപ്പറേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ പിതാവിനെ ഏൽപ്പിക്കും. ഒരു ഉപമ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആണ് ഛത്തീസ്ഗഡ്, അല്ലെ? ഈ ഛത്തീസ്ഗഡിന്റെ അടുത്ത് ബഗവാര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ബഗ്വാര എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ 2016 മുമ്പ് സ്വർണം ധാരാളമുള്ള ഒരു സ്വർണ്ണഖനി കണ്ടെത്തി. അപ്പോ വേദാന്ത മൈനിങ് കമ്പനി എന്ന് പറയുന്ന ഒരു മൈനിങ് കമ്പനിയുടെ ഫൗണ്ടർ ഇത് മനസ്സിലാക്കിയിട്ട് അത് ലേലത്തിന് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഏകദേശം നമ്മുടെ റായ്പൂരിൽ 150-155 കിലോമീറ്റർ അകലെയാണ് ആ സ്ഥലം. അവിടെ ചെന്ന് ഗവൺമെന്റ് അത് ഓപ്ഷൻ വെച്ചു. ഇദ്ദേഹത്തിന് ഇതറിയാമോ? ആ ഏരിയ മുഴുവൻ ഓപ്ഷനിൽ പിടിച്ചെടുത്തു. ഇതേപോലെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രനെ ദൈവഭൂമിയിലേക്ക് അയച്ചു. ഇവിടെ ദൈവത്തിന് വേണ്ട ഒരു നിധിയുണ്ട്, സ്വർണ്ണമല്ല.
ആ നിധിയാണ് തനിക്ക് വേണ്ട മകൻ. മരിച്ച മകനെയും കൊണ്ട് നടക്കുന്ന ചേട്ടായിമാരുണ്ട് ഇവിടെ. ദൈവത്തിന് മരിച്ചുപോയ മകനെയും കൊണ്ട് നടക്കുന്ന ചേട്ടായിമാരെ ഇവിടെ ഉണ്ട്. ഇവരുടെ ഉള്ളിൽ ഇവർ മൊത്തം ലോകമാണ്, ലോകചിന്ത നടക്കുക. ഇവരെ മുഴുവൻ തന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി. ഈ ലോകം മുഴുവൻ ഇങ്ങ വാങ്ങി. ആ അനിൽ അഗർവാൾ എന്ന് പറയുന്ന അതിന്റെ ഫൗണ്ടർ എന്തെന്നറിയാമോ? ആ ഭഗവാര ഗ്രാമം മുഴുവൻ ലേലത്തിന് ഇങ്ങ പിടിച്ചു. മനസ്സിലായോ? കാരണം അതിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? സ്വർണ്ണമുണ്ട്. 2.7 ടൺ സ്വർണ്ണം ഉണ്ടെന്ന കണക്ക് അതിന്റെ ഉള്ളിൽ. പുള്ളി ലേലത്തിന് ഇങ്ങ പിടിച്ചു. ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്നിട്ട് തന്റെ രക്തം കൊടുത്ത ലോകം മുഴുവൻ, നിധി ഒളിഞ്ഞു കിടക്കുന്ന വയൽ, സ്വർഗരാജ്യം, അത് മുഴുവൻ ഇങ്ങ് പിടിച്ചു. തന്റെ രക്തം കൊടുത്ത്, ലേലത്തിലല്ല പിടിച്ചത്, രക്തം കൊടുത്ത് സ്വന്തമായിട്ട് ഇങ്ങ് പിടിച്ചു. വയൽ, ലോകം, ലോകത്തിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളും, അതിന്റെ ഉള്ളിൽ അനിയൻ, മരിച്ച അനിയൻ കിടക്കുന്നുണ്ട്. സ്വർഗരാജ്യം മനസ്സിലാവുന്നുണ്ടോ? സ്വർഗരാജ്യത്തിന്റെ സ്വത്താവൻ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് അറിയാമോ? അവരെ രക്ഷിച്ചെടുത്ത് തന്റെ ഫാക്ടറിയിലേക്ക്, സഭയിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലായോ? ഫാക്ടറി, സഭ. സഭ എന്തിനാ? 3 പാട്ടുപാടി സങ്കീർത്തനം വായിച്ച് വിടാനുള്ളതല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം അവരെ കൊണ്ടുവന്നതിനാന്നറിയാമോ? അവരെ ശുദ്ധീകരിക്കാനാ. ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. മനസ്സിലായോ? ഈ രൂപത്തില് തിളപ്പിച്ച് കെമിക്കലിലൂടെ ഒക്കെ കടത്തി വിട്ട് ഈ അഴുക്ക് മുഴുവൻ കളഞ്ഞിട്ട് അവസാന സ്വർണം വെളിയിലെടുത്തിട്ട് വേണം അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ. പിടുത്തം കിട്ടിയ? ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത് എന്നെയും നിങ്ങളെയാ. എന്നെയും നിങ്ങളെയോ? ഏതെന്നെയും നിങ്ങളെയും? നമ്മുടെ ഉള്ളിൽ മരിച്ച ദൈവത്തിന്റെ മകനുണ്ട്. അവനെ ജീവിപ്പിച്ചെടുത്ത് അവിടെ എത്തിക്കണം. മനസ്സിലായോ? ഇതാ ശുദ്ധീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, സഭയിൽ കൊണ്ടുവന്നു. ഈ സഭയിൽ വെച്ച് നമ്മുടെ എല്ലാ കറയും ചുളുക്കവും മാലിന്യവും ഒക്കെ നീക്കിയിട്ട് മനുഷ്യരാജ്യക്കാരായ നമ്മളെ ദൈവരാജ്യമാക്കി. 15:24 പറയുന്നു, പിന്നെ അവസാനം അന്ന് അവൻ നമ്മെ പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ആർക്ക് വേണ്ടി വിലക്ക് വാങ്ങിയോ അപ്പന്റെ അടുക്കൽ കൊണ്ട് നമ്മൾ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. അന്ന് വരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആ വചനം വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിക്കാം. പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. മനസ്സിലായോ? ആ രാജ്യം എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഒരു കഷ്ണം ഭൂമിയല്ല, ഞാനും നിങ്ങളുമാണ്. എന്നെയും നിങ്ങളെയാണ് ആ പാട്ട് പാടിയില്ലേ? രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വീട്ടിൽ പോയിട്ട് വെളിപ്പാട് 5:9 നന്നായിട്ട് പഠിക്കണം. കാരണം സ്വർഗത്തിൽ പാടുന്ന പാട്ടാ. നമ്മളാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. നമ്മളിലാണ് ദൈവരാജ്യം. അതാ യേശു പറഞ്ഞത്, ദൈവരാജ്യം കാണുന്ന രീതിയിലുള്ള ഒരു കഷ്ണം ലാൻഡ് അല്ല, അത് നിന്നിൽ തന്നെ ഉണ്ടാ, നിന്റെ ഉള്ളിലാ ദൈവരാജ്യം. അതുകൊണ്ട് എന്റെ പ്രിയ മക്കളെ, വ്യക്തതയോടെ മനസ്സിലാക്കുക, പഠിക്കുക. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? വീട്ടിൽ ചെന്നിട്ട് മുട്ടുമടക്കണം, ബൈബിൾ എടുത്ത് വയ്ക്കണം, ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഞങ്ങൾ കേൾക്കാത്തതും അറിയാത്തതുമായ കാര്യം ഈ സഹോദരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ആരും പറയാത്ത കാര്യം ഞാൻ പറഞ്ഞത് ബൈബിളിൽ ഇല്ലെങ്കിൽ എന്നെ തിരുത്തണമെന്ന്. ഒന്നും തിരുത്താൻ ഞങ്ങൾക്ക് കാണുന്നില്ല. ഇതിന്റെ സത്യം അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തോട് ചോദിക്കേ, ദൈവം നിങ്ങളെ വെളിപ്പെടുത്തും. ഏതാനും നാളുകൾക്കുള്ളിൽ മരണം നമ്മളെ ചൂലെടുത്ത് കരിയാല കളയുന്ന പോലെ ഇവിടുന്ന് കളയും. ചേട്ടായിമാർ ഒരെണ്ണം കയറില്ല, അവസാനം ചേട്ടായി വീടിന് പുറത്താണ്, ഹാനിയനകത്ത് കയറും. സ്വർഗീയ വിളിക്ക് ഇൻവിറ്റേഷൻ ഉള്ളത് സോളിനാണ്. സോള് അനിയനോട് ചേർന്നാൽ ആ ഇൻവിറ്റേഷനിൽ എത്താം. സോള് ചേട്ടനോട് ചേർന്നാൽ അവൻ പുറത്തു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലൈഫിനോട് ചേരല്ലേ, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കല്ലേ. യോജന പറയുന്നു, പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ ധരിക്കുക. പഴയതാണിത്, ഇതിനെ വിടുക. ഇതിന് ആവശ്യമായി കുറച്ച് ദിവസങ്ങളിൽ ഇത് അവസാനിക്കുമെന്ന് മനസ്സിലാക്കി ആവശ്യമായത് മാത്രം കൊടുക്കുക. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞങ്ങൾ തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിപ്പാൻ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്രേ ഞങ്ങൾ ചെയ്യുന്നു.
അപ്പോ ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അകത്തുള്ളവനെ വളർത്തിയെടുക്കുക. പുറമേയുള്ളവൻ തളർന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചിരിക്കുന്നു, ക്ഷയിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിൽ ചേട്ടായി ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകമേ അനിയനുണ്ട്, അവൻ നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ ജീവിതം. ഇതിനായി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. നമ്മെ തന്നെ പരിശോധിക്കുക. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി നാം ക്രിസ്തുവാകുന്ന വഴിയിലൂടെ യാത്രയാകുന്നുണ്ടോ? മടങ്ങി യാത്രയാകുന്നുണ്ടോ? അതോ ക്രിസ്തുവിന് വേണ്ടി പോയി മാത്രം അവസാനിക്കുകയാണോ? ക്രിസ്തുവിന് വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല, ശ്രദ്ധിക്കട്ടെ, ചേട്ടായിയ. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി പോകുന്ന ചേട്ടായിയ, ക്രിസ്തുവെ അനുഗമിക്കുന്നത് അനിയനാണ്. മനസ്സിലാക്കുക. ഹല്ലേലൂയ. ദൈവസഹായം. എല്ലാവരും ദൈവസഹായിട്ടാണ്. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചാരത്തും ദൂരത്തും ഒക്കെയായിട്ട് വിശുദ്ധ ബൈബിളിലെ ദൈവിക സന്ദേശം ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, ക്രിസ്തുവിൽ ഒരു കുടുംബമാണ്. ക്രിസ്തുവിൽ നമ്മളെല്ലാം ദൈവ കുടുംബത്തിലേക്ക് ദൈവ മക്കളായി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. കാരണം നമ്മൾ ഇന്ന് ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെട്ടു. എപ്പോ? ആദത്തിൽ. ഏത് തോട്ടത്തിൽ നിന്ന് നമ്മളെ പുറന്തള്ളി? ഏത് തോട്ടത്തിൽ നിന്ന് ആദത്തെ പുറന്തള്ളിയപ്പോ ആദത്തോട് കൂടെ, ആ ചേട്ടായിയോട് കൂടെ നമ്മളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജനനം വൺ സൈഡ് മാത്രമായി. ആ അകത്തളത്തിൽ അനിയനിൽ മരിച്ചു, ആത്മമണ്ഡലത്തിൽ മരിച്ചു, ആത്മാവിൽ മരിച്ചു. സ്ത്രീയുടെ സന്തതിയായി ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ വന്നു. എന്നാൽ ഇതിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട, മരിച്ചുപോയ ദൈവത്തിന്റെ പുത്രനുണ്ട്. അവനെ വീണ്ടും ജനിപ്പിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ മക്കളെ വിലയ്ക്ക് വാങ്ങാൻ തന്റെ പുത്രനെ അയച്ചു. തന്റെ രക്തം കൊടുത്ത് പുത്രൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആരെല്ലാം അത് വിശ്വസിക്കുന്നുവോ, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറയുന്നു. പ്രിയ മകനെ, മകളെ, ഇത് കേൾക്കുമ്പോ നിനക്കതിനുള്ള അവസരമാണ്. ഇത് കേൾക്കുമ്പോ നിനക്കതിനുള്ള അവസരമാണ്. യേശുവിനെ നീ ഏറ്റുപറയുമ്പോ നിന്റെ അകത്ത് മരിച്ചുപോയ ആ അനിയൻ ദൈവപുത്രൻ വീണ്ടും ജനിച്ചു. പുതിയ സൃഷ്ടി നിന്റെ ഉള്ളിലായി തീർന്നു. പുതിയ സൃഷ്ടിയിലെ ജനനം നിന്റെ ഉള്ളിലായി തീർന്നു. ഈ സത്യം നീ അറിഞ്ഞിട്ട് ഇനി പഴയതിനെ, ചേട്ടായിയെ, പയ്യെ അതിന്റെ കൂടെ നിൽക്കാതെ സോളായ നീയ്, ദേഹിയായ നീയ് ഇനി ആത്മാവോട് കൂടെ നിൽക്കണം, അനിയനോട് കൂടെ നിൽക്കണം, അനിയനിൽ വളരണം. അങ്ങനെ വളരുമ്പോ അനിയൻ മരണത്തിന്റെ മീതെയാണ്, ക്രിസ്തുവിന്റെ വംശമാണ്, ദൈവത്തിന്റെ അവകാശിയാണ്, ക്രിസ്തുവോടുള്ള കൂട്ടവകാശിയാണ്. ഭൂമിയിലുള്ള ചേട്ടായിയുടെ അവകാശം അത് ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, നീ സകല മനുഷ്യരിലും അരിഷ്ടനാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, കാണുന്നത് താൽക്കാലികമാണ്. ചേട്ടായി കാണുന്നതാ, അവൻ താൽക്കാലികമാണ്. അനിയൻ കാണാത്തതാ, അവൻ നിത്യമാണ്. ചേട്ടായി ആദത്തിന്റെ വംശമാണ്, അനിയൻ ക്രിസ്തുവിന്റെ വംശമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ചേട്ടായി ആദത്തിൽ സകലരും മരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ അനിയനിൽ സകലരും ജീവിപ്പിക്കപ്പെടും. ഒന്നാം ആദം ഒടുക്കത്തെ ആദവും. ഒന്നാം ആദം തള്ളപ്പെടും, ഒടുക്കത്തെ ആദം സ്വീകരിക്കപ്പെടും. ഒന്നാം ആദം ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, ഒടുക്കത്തെ ആദം സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാൻ അവരാണ് നമുക്ക് ഇതാ ആ അവകാശിയായ ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശിയാകുവാൻ, ക്രിസ്തുവെ അനുഗമിക്കാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ പുറകെ നമുക്കും യാത്രയാകാം. ഒരു തീരുമാനത്തോടെ ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എന്നപ്പൻ്റെ അടുക്കലെ യാത്രയെങ്കിൽ സ്നേഹിതർ വിട്ട് പിരിയുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണ്. അതെ, കാത്തിരിക്കുന്ന എന്നപ്പനോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണ്. സ്വകീയ പിതാവേ, ഈ ദൈവദാസന്മാർക്കായി, ഈ ദേശത്തെ സഭയ്ക്കായി
ഈ ശബ്ദ കാഴ്ചവൃതിയിൽ കേൾക്കുന്ന ഏവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. വരം ലഭിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന ഈ മന്ന ഈ മക്കൾക്ക് കൊടുക്കുവാൻ അങ്ങ് ഇടയായതിനായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനത്തിൽ നിലനിൽപ്പാൻ, അതിൽ വർദ്ധിപ്പാൻ, വളരുവാൻ മനുഷ്യരോടല്ല, മരണമുള്ള മനുഷ്യരോടല്ല ഞങ്ങൾ ചേരേണ്ടത്, മരണമില്ലാത്ത ദൈവത്തോട്, ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ചേരുവാൻ ഞങ്ങളുടെ മനസ്സുകളെ അങ്ങ് വഴി നടത്തണമേ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം അങ്ങയുടെ വിളക്കായി തീരുവാൻ അങ്ങട്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഇവർ നിത്യം അനുഗ്രഹമായി തീരട്ടെ. രോഗികളായിരിക്കുന്നവർ ഈ നിമിഷം യേശു ക്രിസ്തുവിന്റെ അടിപ്പെടലാൽ സൗഖ്യം പ്രാപിക്കണമെന്ന് കൽപ്പിക്കുക. എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ പിശാചി കെട്ടിയ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ, അവരിട്ടിരിക്കുന്ന അജ്ഞത അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. ഈ വചനം ഈ ദേശത്തിന് മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപ്പാടിൽ എല്ലാവർക്കും പ്രകാശമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുടുംബാംഗങ്ങൾ, ഇവർക്കുള്ളതല്ല, ഇവരുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹം സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ഇവരെ എത്തിക്കുവാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ഒരവസരം ഒരുക്കി കർത്താവിന്റെ ദാസനോടും എല്ലാ ദൈവ കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരോടും നന്ദി അറിയുകയാണ്. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അധികം താമസിച്ച് ഇതെല്ലാം മരണത്തിലേക്ക് പോകും. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവദാസന്മാരെ വിളിച്ചു കൂട്ടുക. ദൈവദാസന്മാരെ സത്യ താല്പര്യരായ ദൈവദാസന്മാരെ, വഴക്കുണ്ടാക്കുന്നവരെയല്ല, വചനത്തെ അംഗീകരിക്കുന്ന ദേവദാസന്മാരെ വിളിച്ചു കൂട്ടുക. എന്നിട്ട് ഇവർ സത്യം അറിയട്ടെ, കാര്യമില്ല. എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ഇത് ഏതാണ്, എന്താണ്. കാരണം നമ്മുടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഈ സത്യത്തിൽ നിലനിന്ന റിസൾട്ട് ഉണ്ട്. പിന്നെ നമ്മളല്ല ജീവിക്കുന്നത്, നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കണം. ക്രിസ്തു അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിലൂടെ പിതാവ് ജീവിക്കാം. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മിലൂടെ സ്വർഗസ്ഥ പിതാവ് ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങും. നമ്മിൽ ദൈവം വസിക്കും, നമ്മിൽ ദൈവം നടക്കും. അതൊരു ത്രിയേക പ്രവർത്തനമാണ്. മനസ്സിലായോ? ബൈബിൾ അതിലിട്ടിരിക്കുന്ന പേരാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. കൊളോസ്യർ 2:9. ദൈവത്തിന്റെ സർവ്വസമൃദ്ധി ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കും. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഹൃദയം വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.